അനുതാപപൂരിതമല്ലാത്ത ജീവിതം ക്രിസ്തീയ ജീവിതമല്ല. യേശു ക്രിസ്തു എത്ര പ്രാവശ്യം കരഞ്ഞു എന്ന് ചോദിച്ചാൽ 2 3 ഒക്കെ പറയാറുണ്ട്. കാരണം അങ്ങനെയാണ് പഠിപ്പിക്കുന്നതും പ്രസംഗിക്കുന്നതും. യാഥാർത്ഥ്യം, യേശു ക്രിസ്തു ജീവിതകാലം മുഴുവൻ കരഞ്ഞ് പ്രാർത്ഥിച്ച ആളാണ്. ജീവിതകാലം മുഴുവൻ കരഞ്ഞ് പ്രാർത്ഥിച്ചാണ്. എബ്രായ ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യം വായിക്കുമ്പോൾ അത് കാണാം. നിങ്ങൾ പെന്തിക്കോസുകാരെ കണ്ട് ഒരു കാര്യം പഠിക്കണം, അവിടെ പോകരുത്. അവർ വളരെ സ്പീഡിൽ വേദപുസ്തകം എടുക്കാൻ സാധിക്കും. നമുക്ക് ആഴ്ചപ്പതിപ്പാണ് എടുക്കാൻ അറിയാവുന്നത്, വേദപുസ്തകം എടുക്കാൻ പഠിക്കണം. എബ്രായർ 5:7. നിങ്ങൾ ഇല്ല പൊറുകൊടുത്തിട്ട് കാര്യമില്ല, ഞാൻ പറഞ്ഞോളാം. ക്രിസ്തു തൻ്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു എന്നാണ്. ക്രിസ്തു തൻ്റെ ഐഹിക ജീവിത ജീസസ് ക്രൈസ്റ്റ് ഇൻ ഹിസ് ഡേയ്സ് ഓഫ് ഫ്ലെഷ് offered up prayers and supplications with loud cries and tears. ക്രിസ്തു തൻ്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. യേശുക്രിസ്തു കരഞ്ഞത് തൻ്റെ സ്വകാര്യമായ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലായിരുന്നു. ഭൗതികമോ ജഡികമോ ലൗകികമോ ഒരു ആവശ്യത്തിന് വേണ്ടിയല്ലായിരുന്നു. തനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. തന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ, ഈ മരണമെന്ന് പറയുന്നത് ജഡിക മരണം പോലും അല്ല. യേശുക്രിസ്തു കുരിശിൽ കിടന്ന് മരിച്ചു നമുക്കറിയാം. അപ്പൊ ആ മരണവുമല്ല. ക്രിസ്തു തൻ്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയുന്നവനോട്, ഏത് മരണമാണ്? പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. ആത്മീയമായ മരണത്തിൽ നിന്ന്, പാപത്തിൻ്റെ ശമ്പളമാകുന്ന മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടി അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരൽ. ഭയവും ഭക്തിയും ഉണ്ട് നമ്മുടെ പള്ളിയിൽ. ഭയത്തോടും വിറയിലോടും നാം സൂക്ഷിക്കണം. ഈ സഭ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഗിത്താറും ഓർഗനും മറ്റേതും മറിച്ചതുമൊക്കെ കൊണ്ട് ഞാൻ എൻ്റെ ഭദ്രാസനത്തിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞു. ഞാനുള്ള ആഴ്ച അത് പറ്റത്തില്ല. മുടിയനായ പുത്രൻ വീട്ടിൽ വന്നത് അനുതാപത്തോടു കൂടിയാണ്. പാവനിയായ സ്ത്രീ കർത്താവിൻ്റെ അടുത്ത് കണ്ണുനീരൊഴിച്ചു. അതുപോലെ വലതുവശത്തെ കള്ളൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. അനുതാപപൂരിതമായ പ്രാർത്ഥനയിൽ ഈ വെസ്റ്റേൺ സ്റ്റൈൽ എടുത്താൽ പറ്റത്തില്ല. അതിന് കൂട്ടുനിൽക്കുന്നവർ സഭയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആരാധന മനോഹരമായിരിക്കണം, അനുതാപപൂരിതമായിരിക്കണം. അതുകൊണ്ട് 12 അപ്പോസ്തലന്മാരെക്കാൾ പ്രധാനപ്പെട്ട ഒരു വ്യക്തി ദൈവം തെരഞ്ഞെടുത്ത ആദിമസഭയിലുണ്ടായിരുന്നു, മാതാവിനെ കൂടാതെ. 12 അപ്പോസ്തലന്മാരെക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുത്ത ഒരു വ്യക്തി ആദിമസഭയിൽ മാതാവിനെ കൂടാതെ ഉണ്ടായിരുന്നു. അത് മഗ്ദലന മറിയമായിരുന്നു. കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് മറ്റ് ശിഷ്യന്മാരോട് അറിയിക്കുവാൻ അനുവാദം കൊടുത്തത്. അപ്പോൾ ആ സ്ത്രീയാണോ വലുത്, അപ്പോസ്തലന്മാരാണോ? കർത്താവ് ഉയർത്തെഴുന്നേറ്റെന്നുള്ള വാർത്ത എൻ്റെ ശിഷ്യന്മാരോട് നീ പോയി പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ പ്രാധാന്യം കാണുന്നു. അനുതാപത്തിൽ പൂർണ്ണമായിരുന്നു. ആ വിധത്തിലാണ്. കാരണം അനുതാപികളെ, പാപികളെ തേടി വന്നെങ്കിൽ ആ പാപികളെ തേടി വന്ന അത് പൂർണ്ണമായി സ്വീകരിച്ച ഒരാളാണ്. അതുകൊണ്ട് നമ്മൾ കുർബാന ചൊല്ലുമ്പോഴും പറയുന്നത് ഈ പാപിനിയെ പോലെ, വലതുവശത്തെ കള്ളനെ പോലെ എന്നാ പറയുന്നത്. അതുള്ള വിവാഹ കുദാശനം പറയുന്നു, ആ വലതുവശത്തെ കള്ളനെ പോലെ, ആ പാപിനിയെ പോലെ നിങ്ങൾ സ്വർഗരാജ്യത്തിന് അവകാശികൾ. അവരുടെ അനുതാപ ജീവിതം നമ്മൾ കാത്തു സൂക്ഷിക്കണം. സോ ആ പാവപ്പെട്ട സ്ത്രീ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചു, പാപം വഹിച്ചു. അതുകൊണ്ട് അവൾ എന്ത് പറ്റി? ഷീ ബിക്കെയിം ദി അപ്പോസ്റ്റൽ ടു ദി അപ്പോസ്റ്റൽസ്. അയക്കപ്പെട്ടവനാണ് അപ്പോസ്തലൻ എന്ന് പറഞ്ഞ. അപ്പോസ്തലന്മാർക്ക് അപ്പോസ്തലയായ സ്ത്രീയാണ്. അതുകൊണ്ട് സ്ത്രീകൾക്ക് സ്ഥാനമില്ലെന്നാരും പറയേണ്ട. അനുതാപത്തോടെ, പ്രാർത്ഥനയോടെ, വിശുദ്ധിയോടെ ജീവിക്കുന്ന ഏത് സ്ത്രീക്കും വലിയ സ്ഥാനം ഉണ്ടായിരിക്കും. കന്യകമറിയാമിനേക്കാൾ ഒരു സ്ഥാനം ആർക്കുമില്ല. അതുകൊണ്ട് പള്ളിയിലെ ഓട്ടവകാശമോ പുതിയോ തിരുപ്പൊന്നും അല്ല വലിയ കാര്യങ്ങൾ. അതൊക്കെ സൗകര്യം പോലെ നടന്നോട്ടെ. ഉണ്ട് അനുതാപത്തോടെ, പ്രാർത്ഥനയോടെ, വിശുദ്ധിയോടെ ജീവിച്ചാൽ നമുക്ക് കിട്ടുന്ന വലിയ സ്ഥാനം. അതുകൊണ്ട് യേശുക്രിസ്തു ജീവിതകാലം മുഴുവൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. എന്തിനു വേണ്ടി?
പാപത്തിൽ അകപ്പെടാതിരിപ്പാൻ വേണ്ടി സാത്താൻ പുറകെ നടക്കുകയാണ്. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. ആദത്തെ ഹൗവായെയും പറ്റിച്ചത് അങ്ങനെയാണ്. നോക്കൂ, കാണാൻ കൊള്ളാം, തിന്നാൻ കൊള്ളാം, തിന്നാ ദൈവത്തെ പോലെ. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. ഇംഗ്ലീഷിൽ പറയും പാഷൻ, പൊസിഷൻ, പൊസഷൻ. ഈ 3 കെണികളായിട്ട് നടക്കുകയാണ്. ആദത്തെ ഹൗവായെ വീഴ്ത്തിയ ഈ കെണി കൊണ്ട് തന്നെ യേശുക്രിസ്തുവിനെ വീഴ്ത്താൻ ചെന്നു. നീ ഈ കല്ലൊന്ന് തൊട്ട് അപ്പമാക്കിക്കൂടെ, മുകളിൽ ചാടിക്കൂടെ, ഇതെല്ലാം എൻ്റേതാണ്, നിനക്ക് തരാം. പാഷൻ, പൊസിഷൻ, പൊസഷൻ. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. നമ്മളെയും ഈ 3 കാര്യങ്ങൾ കൊണ്ടാണ് ഇവൻ കെണിയിൽ വീഴ്ത്താൻ പോകുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പഠിപ്പിച്ചു, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ തിന്മയോട് ഞങ്ങളെ രക്ഷ. ലീഡ് us not into temptation but deliver us from the evil one. ഈ കെണികളെല്ലാം ചുരുക്കം പറഞ്ഞാൽ ഭൗതികമായ ചിന്തകളും പല പല കാര്യങ്ങളും വെച്ചുകൊണ്ട് നാം പള്ളിയിൽ വന്നോ നമുക്ക് പ്രാർത്ഥിക്കാനൊക്കത്തില്ല, സ്വാർത്ഥിക്കാനേ ഒക്കത്തുള്ളൂ, ധ്യാനിക്കാനൊക്കത്തില്ല. വളരെ നാളുകൾ മുമ്പേ മുളന്തുരുത്ത് എന്നൊരു സഹോദരൻ പരുമല കവറിങ്കിൽ ധ്യാനത്തോട് വന്നു. നമുക്കറിയാമല്ലോ, പരുമല തിരുമേനി എന്നൊക്കെ പറഞ്ഞ് പാടും. ഈ കവറിങ്കൽ വന്നപ്പോൾ അദ്ദേഹത്തിന് ധ്യാന വിഷയം മാറി, ചെരുപ്പ് വല്ലവരും കൊണ്ടുപോകുന്നായി. വളരെ പാടുപെട്ട് വന്നപ്പോൾ നമുക്കൊക്കെ അത് തന്നെയുണ്ട്. അല്പം വില കൂടെ ചെരുപ്പാണെങ്കിൽ പിന്നെ പ്രാർത്ഥിക്കാനൊക്കത്തില്ല. മറ്റൊരാൾ പറഞ്ഞു, ദൈവം എനിക്കൊരു ബുദ്ധി തന്നു, ഒരു ചെരുപ്പ് തെക്ക് വശത്തും ഒരു ചെരുപ്പ് വടക്ക് വശത്തും ഇട്ടാൽ മതി. വേറെ ആൾ പറഞ്ഞു, ഞാൻ കാറിൽ ഇട്ടിട്ടേ ഇറങ്ങാറുള്ളൂ. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ധ്യാന വിഷയം എന്താണ്? നമ്മുടെ അല്ല, പാസ്റ്ററുടെ അങ്ങനെ തന്നെ. പാസ്റ്റർ വണ്ടിൽ നിൽക്കുകയാണ്, ഒരു കയ്യിൽ മുട്ടയും ഒരു കയ്യിൽ ബൈബിളുമാണ്. തെള്ളുള്ളപ്പം പിടിക്കണ്ടായിരുന്നു, പക്ഷെ തെള്ളു പറഞ്ഞപ്പോൾ ഇരിക്കാൻ സീറ്റില്ല, പിടിക്കണം. ഏതാ കളയേണ്ടത്? മുട്ട കളയാനൊക്കുവോ? ബൈബിള് കളഞ്ഞാൽ മുട്ട കിട്ടത്തില്ല. അവസാനം സകല ബുദ്ധിയെയും കവിയുന്ന കർത്താവ് ആലോചന പറഞ്ഞു കൊടുത്തു, വേദപുസ്തകം ഭദ്രമായി മുട്ടിനിടയിൽ വെച്ചുകൊണ്ട് നിൽക്കുക. ഇത് മുട്ടിനിടയിലും കക്ഷത്തിലൊന്നും വെക്കാനുള്ളതല്ല. ഇത് വളരെ ആദരവോടെ കാണാം. ഇത് ജീവന്റെ മാർഗമാണ്, ജീവിത മാർഗമല്ല. വൈദിക സഹോദരങ്ങളെ വിഷമിക്കേണ്ട, ഇത് ഒരുപാട് കഷ്ടപ്പെടുന്നവരാണ് വൈദികർ. ഇത് ജീവന്റെ മാർഗമാണ്, നമുക്ക് ജീവിത മാർഗമല്ല. മറ്റുള്ളവർക്ക് ഇത് ജീവിത മാർഗമാണ്, ജീവന്റെ മാർഗമല്ല. അതുകൊണ്ട് ഇത് ജീവന്റെ മാർഗമാണ്, ജീവിത മാർഗമല്ല. ഇത് കഷ്ടതയിൽ കൂടെ കടന്നെങ്കിലേ കിട്ടത്തുള്ളൂ. ആകയാൽ ഇന്ന് നമ്മൾ കരയുന്ന വിഷയങ്ങളൊക്കെ വിഷയങ്ങളല്ല. വിഷയങ്ങൾ വിഷത്തേക്കാൾ വിഷമാണ്. വിഷയങ്ങൾ വിഷത്തേക്കാൾ വിഷം കുടിച്ചെങ്കിലേ മരിക്കത്തുള്ളൂ. വിഷയം നോക്കിയാൽ മരിക്കും. വിഷക്കുപ്പിയെ നോക്കിയാൽ ആരും മരിക്കത്തില്ല, വിഷക്കുപ്പി കുടിച്ചെങ്കിലേ മരിക്കും. എന്നാൽ വിഷയത്തെ നോക്കിയാൽ മരിച്ചു പോകും. അതുകൊണ്ടാണ് സാത്താൻ പറഞ്ഞത്, ഒന്ന് നോക്കുക. നോക്കിയാൽ മതി, ഒന്ന് നോക്കുക. പക്ഷെ നോക്കിക്കഴിഞ്ഞ് ബാക്കി നമ്മൾ നോക്കിയാൽ പിന്നെ നമ്മൾ പച്ചക്കറിക്കടയിൽ എവിടെ അല്ലെ പിന്നെ പഴക്കടയിൽ ചെന്നിട്ട് നല്ല മാങ്ങ കണ്ട് നോക്കിയാൽ പിന്നെ അടുത്ത എന്താ ഒന്ന് തൊട്ട് നോക്കും. തൊട്ട് നോക്കിയാൽ പിന്നെ പെട്ടും. അതുകൊണ്ട് നോക്കിയാൽ തൊട്ടു പോകും, തൊട്ടാൽ പെട്ടുപോകും, പെട്ടാൽ പട്ടുപോകുന്ന നോക്കിയാൽ. അതുകൊണ്ടാണ് അപ്രയം പാടി പ്രാർത്ഥിച്ചു, ഒളിവായി നോക്കിടാതന്റെ കണ്ണുകളെ നീ കാക്കണമേ, വഞ്ചന കേൾക്കാതടിയൻ. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് സന്തോഷമായിട്ട് ഭാര്യ ഭർത്താക്കന്മാർ പോവുകയാണ്. അപ്പോഴാണ് ഭാര്യയുടെ നോട്ടം 50% ഡിസ്കൗണ്ട്. ഭാര്യ പറഞ്ഞു, അച്ചായ ഈ സാരി മേടിക്കാമെങ്കിൽ 50% ലാഭം. കണക്ക് പഠിപ്പിക്കുന്ന സാറ് പറഞ്ഞു, മോളെ ഇപ്പം മേടിക്കാതിരിക്കാമെങ്കിൽ 100% ലാഭം. മേടിച്ചാൽ 50% ലാഭം. ഭർത്താവ് പറഞ്ഞ് മേടിച്ചില്ലെങ്കിൽ 100% ലാഭം. വീട്ടിൽ ചെന്ന് കലഹം മിച്ചം. ഒന്ന് നോക്കിയതേ ഉള്ളൂ. അതുകൊണ്ടാണ് ആവശ്യമില്ലാതെ നോക്കരുത്. ഒളിവായി നോക്കി ദാതന്റെ കണ്ണുകളെ നീ കാക്കണമേ, വഞ്ചന കേൾക്കാതടിയന്റെ
കാതുകളെയും കാക്കണമേ. അതുകൊണ്ട് നോക്കിയാൽ തൊട്ടുപോകും, തൊട്ടാൽ പെട്ടുപോകും, പെട്ടാൽ പട്ടുപോകും. അതുകൊണ്ട് ആവശ്യമില്ലാതെ നോക്കരുത്. അതുകൊണ്ട് എന്ത് ചെയ്തു? പിതാക്കന്മാര് പറഞ്ഞു, നോക്കേണ്ടത് എന്താണ്? ഞാൻ എൻ്റെ കണ്ണ് പർവ്വതത്തിലേക്ക് ഉയർത്തും. എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും. പരുമല വന്ന് പ്രാർത്ഥിക്കുമ്പോഴും സഹായം എവിടെ നിന്നാണ്? ഞങ്ങളൊക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ വന്ന് എന്താ പ്രേരിപ്പിക്കുക? ഞാനൊക്കെ സാധാരണ വന്നാൽ 4 വരി ഇവിടെ ദൈവത്തിൽ. അതുപോലെ പരുമല വന്നാൽ പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചിട്ട് കബറിങ്കൽ പോകാവൂ. ദൈവം കഴിഞ്ഞേ ദേവനുള്ളൂ. ഇന്നെല്ലാവർക്കും ദേവനേ ഉള്ളൂ, ദൈവമില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവര്, എപ്പോൾ പുണ്യസ്ഥലങ്ങൾ വന്നാലും ദേവാലയത്തിനകത്ത് കയറി ദൈവത്തെ സ്തുതിച്ചതിന് ശേഷമേ ദൈവത്തെ ധരിച്ച പിതാക്കന്മാരുടെ അടുക്കൽ പോകാവൂ. അല്ലെങ്കിൽ നമ്മൾ വെറും ഭൗതിക ജഡീകവാദികളായി നമ്മുടെ സ്വാർത്ഥനയാണ് എന്ന കാര്യം ഓർക്കണം. ഇവിടെ ഞാനൊക്കെ വന്ന് ചൊല്ലുന്നത്, കർത്താവേ നിൻ സുവിശേഷത്തെ പരമിടുങ്ങിയ പാതകളിൽ സിദ്ധന്മാരുടെ കാൽപ്പാടിൽ തെറ്റാതെന്നെ നയിക്കണം. പരിമലത്തിനുമേനി എങ്ങനെ ജീവിച്ചോ ഈ വഴി വളരെ ഇടുക്കം, ആ ഇടുങ്ങിയ ഞെരുക്കമുള്ള സുവിശേഷത്തിൻ്റെ പാതയിൽ കൂടെ പോയതുപോലെ അദ്ദേഹത്തിൻ്റെ ജീവിതം എനിക്ക് പ്രേരണയും പ്രചോദനമായി. അങ്ങനെ പോകുവാനുള്ള അതാണ് ഏത് പരിശുദ്ധൻ്റെയാണ്, ശുദ്ധിമതിയാണെങ്കിലും അതാണ്. അതുവരെ പോലെ ജീവിക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ടതൊക്കെ ദൈവം. അതുകൊണ്ടാണ് നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെയാകാൻ പറഞ്ഞത്. കുഞ്ഞുങ്ങൾ, അവർക്ക് ആവശ്യങ്ങൾ വളരെ ചുരുക്കമാണ്. ഇവിടെ അമ്മച്ചി ഇരിക്കുന്നു, ചട്ടയുമുണ്ട്, അവിടെ ഒരു അമ്മച്ചിയുണ്ട്. വളരെ ആവശ്യം ഒരാൾ. പച്ചച്ചട്ടയില്ല, ചുവന്ന ചട്ടയില്ല, നീലച്ചട്ടയില്ല, അതേ പുള്ളിയുമില്ല. ഇവിടെയൊക്കെ ഇരിക്കുന്ന ബാക്കിയെല്ലാം വലിയ വലിയ പുള്ളി, കൊച്ചു പുള്ളി, വലിയ കള്ളി, കൊച്ചു കള്ളികളൊക്കെ ഇരിക്കുന്നത്. ഈ ചട്ടയുമുണ്ട് ഉള്ളവർക്ക് എണ്ണം വളരെ കുറച്ച്. അച്ഛന്മാരും കുറച്ച് മതി, വെള്ളയല്ലേ എണ്ണം. ഒരച്ഛനും 2 കുപ്പായം കൊണ്ടെങ്കിലും വൈകിട്ട് കഴുകിയിട്ട് ഫാൻ രാവിലെ ആരും അറിയത്തില്ല. പക്ഷേ ഈ വസ്ത്രത്തിന് എണ്ണം കൂടുന്തോറും ജീവിതത്തിൽ കൺഫ്യൂഷൻ കൂടും. എന്താ ഏതെടുക്കണം, ഏതുടുക്കണം? 3 എണ്ണമേ ഉള്ളൂ. ഒന്ന് പെട്ടിയിലിരിക്കുന്നു, ഒന്ന് ഉടുത്തിരിക്കുന്നു, ഒന്ന് ചവിണ്ടിരിക്കുന്നു. ഒരു കൺഫ്യൂഷനും ഇല്ല. ഒന്ന് എരിപ്പുള്ളിഞ്ഞ് വലിച്ചിട്ടാൽ മതി. അല്ലെങ്കിൽ ഏതാണ് സൗകര്യം കൂടുന്തോറും കൺഫ്യൂഷനാണ്. അപ്പം അൾട്ടിമേറ്റ്ലി ലൈഫ് വിൽ ബിക്കം അട്ടർ കൺഫ്യൂഷൻ. അതുകൊണ്ട് ഒരുപാട് രാവിലെ ആഹാരം കഴിക്കാൻ ഒന്നേ ഉള്ളെങ്കിൽ ഒരു കൺഫ്യൂഷനുമില്ല. പലതുണ്ടെങ്കിലാണ് ഏത് വേണമെന്നുള്ള ഉണ്ട്. സുഖ സൗകര്യങ്ങൾ കൂടുന്തോറും ജീവിതത്തിൻ്റെ കൺഫ്യൂഷൻ കൂടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് കൺഫ്യൂഷൻ കുറയുന്ന അവസ്ഥ. അതുകൊണ്ടാണ് ദരിദ്രരായവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ. ഞാൻ പഠിപ്പിച്ചു പരമ ദരിദ്രവാസികളുടെ ഒരു സ്ഥലത്ത് തന്നെ വിട്ടിരിക്കുകയാണ്. 1500 ഭവനങ്ങളിൽ 200 വീട്ടുകാർക്ക് ജോലിയുള്ളതുള്ളൂ. ഗോവായിലും മംഗലാപുരത്ത് 200. ബാക്കി 1300 ഭവനങ്ങളും കൃഷിക്കാരാണ്. അടയ്ക്കായും തേങ്ങായുമായി കഴിയുന്നു. അവരെ സഹായിച്ചേ പറ്റൂ. വളരെ സന്തോഷമുണ്ട്. ഇത്രയൊക്കെ ദൈവം നമ്പരം കരുതോ. പഠിപ്പിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കുവാൻ. പക്ഷേ ഏലിയാവ് കാക്ക ഉള്ളതുകൊണ്ട് പറന്ന് വരുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. യാതൊരു പ്രയാസവുമില്ല. ദൈവം ദോഷത്തിന് വേണ്ടി ഒന്നും ദൈവത്തെ സ്നേഹിക്കുന്ന കണ്ടീഷനില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായിട്ടാണെങ്കിൽ, സകലതും നന്മയ്ക്കായിട്ടാണ്. ചൊറി വന്നതും പനി വന്നതും ക്യാൻസർ വന്നതും മരിച്ചതും എല്ലാം നന്മയ്ക്ക് വേണ്ടിയാണെന്ന് വിശ്വസിക്കാൻ സാധിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ധ്യാന വിഷയം വിശ്വാസവും കഷ്ടതയുമായിട്ട് എടുത്തതിൻ്റെ പ്രധാന കാരണം ജീവിതത്തിൽ. ആകയാൽ ആമുഖം എന്ന് പറഞ്ഞതോട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഭൗതിക വിഷയങ്ങളല്ല നമ്മുടെ വിഷയങ്ങൾ. ധനവാനായ മനുഷ്യൻ തൻ്റെ ഭണ്ഡാരപ്പുരയൊക്കെ പൊളിച്ചു പണിയാൻ നിശ്ചയിച്ചു. അതിൻ്റെ അവസാനം പറയുന്നുണ്ട്, ദൈവികമായ വിഷയങ്ങളിൽ നിങ്ങൾ സമ്പന്നരാകണം. ഭൗതികമായ വിഷയങ്ങളിലല്ല സമ്പന്നരാകേണ്ടത്. ദൈവിക വിഷയങ്ങളിൽ സ്നേഹം, സമാധാനം, സന്തോഷം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയം, ഇങ്ങനെയുള്ള ഒരുപാട് ദൈവിക വിഷയങ്ങളിൽ ആണ്. സ്വർണ്ണനാവുകാരൻ ഈവാനിയോസ് പറയുന്നുണ്ട്, നിങ്ങളാരും പുതിയ കളപ്പുരകൾ പൊളിച്ചു പണിയണ്ട. കാരണം ലോകത്തിൻ്റെ അവസാനം വരെ എത്ര നിറച്ചാലും തീരാത്ത കളപ്പുരകൾ ഇവിടെ കിടപ്പുണ്ട്. അദ്ദേഹം പറയുന്നു, പൊട്ടിയ വയറുകളാണ്. എന്താ? അന്നം നിറയ്ക്കാനുള്ള വയറല്ലേ? പാവപ്പെട്ടവൻ വിശക്കുന്നവൻ്റെ വയറാണ് ഭണ്ഡാരപ്പുര. അത് നിറച്ചാൽ മതി എന്നാണ് സ്വർണ്ണനാവ് ഈവാനിയോസ് പറയുന്നത്. അതുകൊണ്ട് പുതിയ കളപ്പുരകൾ ആരും
പണിയേണ്ട കാര്യമില്ല. ദൈവം തമ്പുരാൻ തന്നെ കളപ്പുരകൾ സൃഷ്ടിച്ചു വിട്ടിരിക്കുന്നു. എനിക്ക് വിശന്നു, എനിക്ക് ദാഹിച്ചു, ഈ പാവപ്പെട്ടവന് ചെയ്തതെല്ലാം എനിക്ക് ചെയ്തതാകുന്നു, അല്ലാതെ വാരിക്കൂട്ടിയിട്ട് യാതൊരു കാര്യമില്ല. അതെ, ഹോസ്പിറ്റാലിറ്റി കൻ അവോയ്ഡ് ഹോസ്പിറ്റൽസ്. എന്താ ഇതുപോലെ വിശക്കുന്നവനും ദാഹിക്കുന്നവനും ഒക്കെ കൊടുത്താൽ അത് കുറച്ചിട്ട് ഹോസ്പിറ്റലിൽ കൊടുത്താൽ മതി, നിർബന്ധമില്ല. ചെവിയുള്ളവർ കേൾക്കട്ടെ. ഹോസ്പിറ്റാലിറ്റി കൻ അവോയ്ഡ് ഹോസ്പിറ്റൽസ് ഓർ സ്പീഡ് ക്യൂർ. ഇൻകം ടാക്സിന്റെ എക്സെപ്ഷൻ കിട്ടിയാൽ ATG അത് ചാരിറ്റിക്ക് കൊടുത്തതിന്റെ ബാക്കി ഇൻകം ടാക്സ് കൊടുത്താൽ മതി. അതുപോലെ പാവപ്പെട്ടവന് കൊടുത്തതിന്റെ ബാക്കി ആശുപത്രി കൊടുത്താൽ മതി. പക്ഷെ കൊടുക്കുന്ന ഒന്നും പരസ്യം ഉണ്ടാകാൻ പാടില്ല. ഇന്ന് സഭയിൽ പോലും ചില ആളുകളുടെ തെറ്റായ ധാരണ ഉണ്ട്. ചാരിറ്റി കൊടുത്ത് പബ്ലിസിറ്റിയാണ്. എനി ചാരിറ്റി വിത്ത് പബ്ലിസിറ്റി ഈസ് നോട്ട് ചാരിറ്റി, ഇറ്റ് ഈസ് പബ്ലിസിറ്റി. നിന്റെ വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയരുത്, വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയരുത്. എൻ്റെ ഭദ്രാസനം വളരെ പാവപ്പെട്ടതാണ്. ഭദ്രാസനം ഒരാൾ ആ മൂലക്കിരിപ്പുണ്ട്, ലിജു. ആദ്യത്തെ വിസിറ്റ് ചെയ്യുന്നത് എല്ലാ പള്ളികളിലും ചാരിറ്റി തുടങ്ങുക. ഇവിടെ ഒന്നും വാങ്ങി പരിചയമില്ല. ആദ്യമായിട്ട് പള്ളിയിൽ നിന്ന് കിട്ടുന്ന ആ പള്ളിക്ക് തന്നെ കൊടുക്കുക. ചാരിറ്റി ഉണ്ടെങ്കിൽ ആ ചാരിറ്റി, ഇല്ലെങ്കിൽ പുതിയ ചാരിറ്റി തുടങ്ങുവാനാണ്. ടു പ്രൊമോട്ട് ചാരിറ്റി. അത് ദൈവം തരട്ടെ. അങ്ങനെ എല്ലാ പള്ളികളിലും ചാരിറ്റി ഉണ്ട്. എനിക്കൊരു ചക്കക്കുരു കിട്ടിയാൽ കൊണ്ടുപോയി ചുട്ടു തിന്നാം. ഞാനിപ്പം ചെയ്യുന്നത് തിരിച്ച് അവരുടെ കൂടെ കുഴിച്ചിടുക. കുറേ കഴിയുമ്പോൾ അത് പ്ലാവായി എനിക്കും ചെന്ന് ചക്കയൊക്കെ പറിക്കാനായിട്ട് സാധിക്കും. ഇക്കൂട്ടത്തിലുള്ള ആൾ 25,000 രൂപ ബ്രഹ്മവാറിനേട്ടി നിന്ന് കൊണ്ടെത്തന്നു. ഞാൻ പറഞ്ഞു സ്വീകരിച്ചിരിക്കുന്നു, കയ്യിലിരിക്കട്ടെ, ഞാൻ പിന്നെ മേടിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ലോകത്തിലേക്കും വില കുറഞ്ഞ സാധനം പണമാണെന്ന് പഠിപ്പിച്ചിട്ട് മെത്രാപ്പോലിത്ത ആയപ്പോൾ അത് തിരിച്ചു പഠിപ്പിക്കാൻ ഒക്കുവോ? ഒക്കത്തില്ല. എൻ്റെ ദൈവം എന്നെ നടത്തും, എൻ്റെ വിശ്വാസമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അനുതാപപൂരിതമായ ജീവിതം നയിക്കണം. ധ്യാന ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിസ്തീയ ജീവിത പാതയിലെ 10 അംശങ്ങളിൽ ഒരംശമാണ്. എന്താ? ക്രിസ്തീയ ജീവിത പാതയിലെ 10 അംശങ്ങളിൽ 10ന്റെ ഒരംശം ദശാംശമാണ്. 10 അംശങ്ങളിൽ ഒരംശമാണ്. ആ 10 അംശങ്ങളും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. ഉദാഹരണം പറഞ്ഞാൽ, ഒരു കറിക്ക് പല കൂട്ടില്ലേ? ഇങ്ങനെ ഒരു തേങ്ങാ സംബന്ധി അരയ്ക്കണമെങ്കിൽ എന്തെല്ലാം വേണം? തേങ്ങ, ഉപ്പ്, മുളക്, ഉള്ളി, പുളി, ഇഞ്ചി, കറിവേപ്പില, വെള്ളം. തുപ്പാൻ വെക്കൂ. ഇതെന്താ പറയുന്ന ചോദിച്ചാൽ, ഞാനൊരു 3 മണിക്കൂർ ക്ലാസ് എടുത്തിട്ട് പോയി ഒരു 4-5 മാസം കഴിഞ്ഞ് ആ സ്ഥലത്തൂടെ 3-4 പെണ്ണുങ്ങൾ എന്ന് പറയൂ, ഈ അച്ഛനില്ലയോ തേങ്ങാ സംബന്ധിയുടെ കാര്യം പറഞ്ഞത്? കാരണം ഞാൻ ഈ 3 മണിക്കൂർ ദൈവവചനം പറഞ്ഞ് എല്ലാവരും മറന്നു. അവർ ഓർക്കുന്ന ഏതാ? അതുകൊണ്ട് ഞാൻ പോകുന്നിടത്തെല്ലാം തേങ്ങാ സംബന്ധി പറയാം. അതെങ്കിലും മറക്കാതിരിക്കട്ടെ. അത് മറക്കത്തില്ല. ഇത് നമ്മുടെ കാര്യമല്ല, യേശുക്രിസ്തു ഇത് തന്നെയാ ചെയ്തത്. എത്ര പറഞ്ഞിട്ടും ഒന്നും തലേ കയറത്തില്ല. ഇവനെ മുഴുവൻ അപ്പത്തിന്റെ കാര്യമാണ്. എന്താ അവന്റെ ചിന്ത മുഴുവൻ? എന്താ? അപ്പം അപ്പം അപ്പം. സാത്താമെന്ന് പറഞ്ഞ് ഈ കല്ല് തൊട്ട്. അപ്പൊ കർത്താവ് 30 വർഷം ഒരുങ്ങി 3.5 വർഷം പഠിപ്പിച്ച് അവസാനം മനസ്സിലായി ഇതിൻ്റെ തലയിൽ അപ്പം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവസാനം കർത്താവ് അപ്പമായി മാറി. ഞാൻ ജീവന്റെ അപ്പമാണ്. ആ അപ്പമായിട്ട് മാറിക്കൊടുത്തു. ആ അപ്പമാണ്. ഈ അപ്പം ഞങ്ങൾക്കെന്നും. പക്ഷെ ഇവിടെ ഇരിക്കുന്ന എല്ലാ മിക്കവാറും പ്രാർത്ഥിക്കുന്ന ആഹാരമെന്നാണ്. CSIക്കാരടിച്ചാൽ ബൈബിളിൽ ആഹാരമെന്നാണ്. ആഹാരമല്ല. ഈ അപ്പം ഞാൻ ജീവന്റെ അപ്പമാകുന്നു, ആ അപ്പം തരണമെന്നാണ് പ്രാർത്ഥന. അതുകൊണ്ട് സ്വർഗസ്ഥനായ പിതാവിൽ ആരെങ്കിലും ആഹാരം തരണമെന്ന് പ്രാർത്ഥിക്കുന്നെങ്കിൽ അത് തിരുത്തണം. നമ്മുടെ കുർബാനക്രമത്തിൽ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം എന്നും തരണമെന്ന് ചോദിച്ചാൽ, റേഷൻ എന്നും തരണമെന്ന് പറഞ്ഞാൽ ആഴ്ചയിലൊന്നേ ഉള്ളൂ റേഷൻ ഉള്ളിടത്തോളം കാലം തരണമെന്നാണ്. മിലിറ്ററി കോട്ട മാസത്തിൽ 1 ഉള്ളൂ. എന്നും ഞങ്ങൾക്ക് കോട്ട തരണമെന്ന് പറഞ്ഞാൽ ഉള്ളിടത്തോളം കാലം തരണമെന്നേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാനയുടെ കാര്യമാണ്. വിശുദ്ധ യോഹന്നാൻ 6-ാം അധ്യായത്തിലുണ്ട്, ഈ അപ്പം എന്നും ഞങ്ങൾക്ക് തരയണമേ. അതുകൊണ്ട് ആഹാരമെന്നാരും ഇനിയും ചൊല്ലരുത്. മലയാളം ബൈബിളിലെ ഒരു തെറ്റാണത്. ഞങ്ങൾക്ക് ആവശ്യമുള്ള, ഞങ്ങളുടെ നിത്യജീവൻ ആവശ്യമുള്ള ദൈവരാജ്യത്തിലേക്ക് കടക്കേണ്ടതായ ആ അപ്പം, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, ആ അപ്പം തരണമേ. ഈ അപ്പം തരണമെങ്കിൽ അതാണ് വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും. അതുകൊണ്ട് കൂദാശ വേണം, പുരോഹിതൻ വേണം, സഭ വേണം. പള്ളിയും പട്ടക്കാരനും കൂദാശകളും
വേണ്ട എന്ന് ആരെങ്കിലും പഠിപ്പിച്ചു വന്നാൽ അവൻ അന്ത്യക്രിസ്തുവിൻ്റെ ആളാണ്. വിശുദ്ധ മർക്കോസ് 1:44 പറയുന്നുണ്ട്, അമർച്ചയായി കൽപ്പിച്ചു, ആരോടും പറയരുത്. ദേവാലയത്തിലേക്ക് പോവുക, പുരോഹിതനെ കാണുക, മോശ കൽപ്പിച്ച വഴിപാടർപ്പിക്കുക. പള്ളിയും പട്ടക്കാരനും കൂതാശകളും ഒരുപാട് ആളുകൾക്ക് ആത്മാവ് കയറി കഴിയുമ്പോൾ കൂട്ടായ്മയാണ്. എന്നിട്ട് പറയുന്നു 2-3 പേർ. അതങ്ങനല്ല, അതിൻ്റെ അർത്ഥം അതല്ല. നിങ്ങൾ 2 പേർ തമ്മിൽ പിണങ്ങിയാൽ, സഹോദരന് വല്ലതും ഉണ്ട്, നീ പോയി നീയും സഹോദരനുമായി രമ്യം, 2 പേരാണ്. ഇല്ലെങ്കിൽ മറ്റാളുകളെ കൊണ്ടുപോവുക, സാക്ഷികൾ. അതാണ് എൻ്റെ നാമത്തിൽ ക്ഷമിക്കുന്നിടത്ത് ഞാനുണ്ട്, എൻ്റെ നാമത്തിൽ സഹിക്കുന്നിടത്ത് ഞാനുണ്ട്. അല്ല അങ്ങനെയാണ്. ഒറ്റയ്ക്കാണ് ദൈവം ഇല്ലെന്ന് വരുമല്ലോ. 2-3 പേർ കൂടുന്നിടത്ത് ഞാനുള്ളെങ്കിൽ ഒറ്റയ്ക്ക് ആരില്ല, ഒറ്റയ്ക്കുള്ളിടത്ത് ആരില്ല. അങ്ങനെയാണോ? പൊട്ടക്കിണറ്റ് യൗസേപ്പ് ഒറ്റയ്ക്ക് കിടക്കുന്നു, ദാനിയേൽ സിമക്കുള്ളിൽ ഒറ്റയ്ക്ക് കിടക്കുന്നു. അതുകൊണ്ട് നല്ല ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടിയുള്ള തെറ്റിദ്ധാരണയല്ല. 2-3 പേർ കൂടുന്നിടത്ത് ഞാനുണ്ടെന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കല്ലെന്നല്ലേ? അതുകൊണ്ട് തെറ്റിദ്ധരേ. നിങ്ങൾ എൻ്റെ നാമത്തിൽ ആരോട് ക്ഷമിക്കുമോ, ആരോട് കരുണ കാണിക്കുമോ, ആരോട് സ്നേഹം കാണിക്കുമോ, അവിടെ ഞാൻ ഉണ്ടെന്നാണ്. അതുകൊണ്ട് കൂട്ടായ്മയ്ക്ക് വേണ്ടി തെറ്റിദ്ധരിച്ചു പോകാനിടയാകരുത്. വി ഹാവ് മോർ മിസ്അണ്ടർസ്റ്റാൻഡിങ് ദാൻ അണ്ടർസ്റ്റാൻഡിങ് എന്നും പറഞ്ഞ് അച്ഛനും വേണ്ട, പട്ടക്കാരനും വേണ്ട, ആരും വേണ്ട, അങ്ങ് പോവുകയാണ്. മുന്തിരിത്തണ്ടിൽ വസിക്കാതെ കൊമ്പ് ഉണ്ട്. സഭയാകുന്ന തണ്ടിൽ വസിക്കാതെ ഒരു ഫലവും നിങ്ങൾക്ക് അയക്കാൻ. എന്നാൽ സഭയ്ക്ക് വെളിയിലുണ്ട് ഹിന്ദുക്കൾ, അത് നന്നായി ജീവിക്കുന്ന ദൈവം കൊടുത്തോളും. നിങ്ങൾ അറിയാത്ത വേറെ ആടുകൾ എനിക്കുണ്ട്. ഞാൻ വേദപുസ്തകം ഭംഗിയായി പഠിക്കുന്നത് ഒരു നായരുടെ കയ്യിൽ നിന്നാണ്, കൊല്ലത്ത് സദാശിവൻ നായർ. ഇന്ന് സാറിനെ കണ്ടിട്ട് വന്നിരിക്കുകയാണ്. വൈദിക സെമിനാരിൽ പഠിപ്പിച്ചതിനേക്കാൾ കൂടുതൽ എന്നെ പഠിപ്പിച്ചിരിക്കുന്നു. ഒരു നല്ല ബിഷപ്പാകാൻ എന്ന് എനിക്ക് ക്ലാസ് തന്നുകൊണ്ടിരിക്കുകയാണ്. അവരൊന്നും ഈ പള്ളി ചേരണ്ട. കാരണം നിങ്ങൾ അറിയാത്ത വേറെ ആടുകൾ എനിക്കുണ്ട്, നിങ്ങൾ അറിയാത്ത വേറെ ആടുകൾ എനിക്കുണ്ട്, ഞാൻ അവയെയും മേയ്ക്കേണ്ടതാകുന്നു. അതുകൊണ്ട് ദൈവത്തെ അറിയുന്ന ഒരുപാട് മനുഷ്യരുണ്ട്, അവരെ തിരുത്താൻ നമുക്കൊക്കത്തില്ല. നമ്മളിങ്ങനെ സ്വാർത്ഥപരമായ ആവശ്യങ്ങളും ആവലാതിയുമായിട്ട്. അതുകൊണ്ട് ധ്യാനം നടിക്കണം. 2-3 കാര്യം ഒരു ക്ലാസ്സായിട്ട്. ഒന്ന്, ധ്യാനം ജീവിതമെന്ന് പറയുന്നത് ക്രിസ്തീയ ജീവിത പാതയിലെ 10 കാര്യങ്ങൾ ഒരംശമാണ്. അത് ഇപ്പോൾ ഒന്ന് എഴുതിയെടുക്കണ്ട, കേട്ടാൽ മതി. വിശ്വാസ ജീവിതം, ആരാധനാ ജീവിതം, അനുതാപ ജീവിതം, നോമ്പ് ഉപവാസ ജീവിതം, ധ്യാന ജീവിതം, കൗദാശ്യ ജീവിതം, സുഹൃത ജീവിതം, പീഡാനുഭവ ജീവിതം, ദൈവീകരണ ജീവിതം. എന്തൊക്കെയുണ്ട്? വിശ്വാസ ജീവിതം, ആരാധനാ ജീവിതം, അനുതാപ ജീവിതം, നോമ്പ് ഉപവാസ ജീവിതം, ധ്യാന ജീവിതം, ജാഗരണ ജീവിതം, കൗദാശ്യ ജീവിതം, സുഹൃത ജീവിതം, പീഡാനുഭവ ജീവിതം, ദൈവീകരണ ജീവിതം. ഈ 10-ൽ 1 മാത്രമാണ് തേങ്ങാ സംബന്ധിയുടെ ഒരംശം പോലാണ്. ഇത് എല്ലാം കൂടെ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ. പണ്ടാണ് അവിടെ ചെന്നപ്പോൾ നിങ്ങൾക്ക് തേങ്ങായും മുളകും കൂടെ അരച്ചു വന്നാൽ സമ്മന്തിയാണെന്ന് തോന്നും, പക്ഷെ വായി വെക്കുമ്പോൾ ചേന്ന് പറയും. ചേരുവയ്ക്ക് കുറവുണ്ട്. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതപാത എന്ന് പറയുന്നത് 10 അംശമെങ്കിലും മിനിമം ഉണ്ടായിരിക്കണം. 1, വിശ്വാസ ജീവിതം. 2, ആരാധനാ ജീവിതം. 3, അനുതാപ ജീവിതം. 4, നോമ്പ് ഉപവാസ ജീവിതം. 5, ജാഗരണ ജീവിതം. 6, കൗദാശ്യ ജീവിതം. ഇടയ്ക്ക് ധ്യാനമുണ്ട്. വിശ്വാസ ജീവിതം, ആരാധനാ ജീവിതം, അനുതാപ ജീവിതം, നോമ്പ് ഉപവാസം, ധ്യാന ജീവിതം, ജാഗരണ ജീവിതം, കൗദാശ്യ ജീവിതം, സുഹൃത്ത് ജീവിതം, പീഡാനുഭവ ജീവിതം, ദൈവീകരണ ജീവിതം. ഇതിൽ കഷ്ടത എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. ദൈവം തരുന്ന കഷ്ടതകൾ മാറ്റാനല്ല. അതുകൊണ്ടാണ് നമ്മൾ കുർബാനയ്ക്കുമ്പോൾ ചൊല്ലുന്നത് വേണ്ട കഷ്ടത വേണ്ടെന്നല്ല, വേണ്ടാത്ത കഷ്ടത, അരുതാത്ത ചിന്തകൾ ഒഴിവാക്കണം. വേണ്ട കഷ്ടത, വീണെന്നല്ല, വീൺ ചിന്തയും തെറ്റായ ചിന്ത. വേണ്ട കഷ്ടത വീൺ ചിന്തയുമടിയ അരീന്നൊഴിക്ക സൽക്രിയകൾക്കു മനം ശുദ്ധ്യ
സംഗതി വരണേ. ക്രിസ്തീയ ജീവിത പാതയിലെ 10 അംശങ്ങളിൽ ഒന്നാണ്. വേറെ അംശങ്ങളും ഉണ്ട്, അതാര് പറഞ്ഞാലും കൂട്ടിച്ചേർത്തോണം. ഒരു ശരീരത്തിന് പല അവയവങ്ങളുള്ളതുപോലെ ഒരവയവമാണ് ഇത്, ധ്യാനം. ധ്യാനമല്ല, ധ്യാന ജീവിതം. ജീവിതം മുഴുവൻ ധ്യാനമാകുമ്പോൾ അതിൻ്റെ പേരാണ് ധ്യാന ജീവിതം. ജീവിതം മുഴുവൻ പ്രാർത്ഥനയാകുമ്പോൾ അതിൻ്റെ പേരാണ് പ്രാർത്ഥന. ജീവിതം ഒരു സാക്ഷ്യമാകുമ്പോൾ അതിൻ്റെ പേരാണ് സാക്ഷ്യം പറയുന്ന ജീവിതമല്ല, ജീവിതം സാക്ഷ്യമായിട്ട് കാണുന്നതാണ്. സാക്ഷി പറയുന്നതല്ല, ജീവിതം ഒരു സാക്ഷ്യമായി മാറണം. എങ്ങനെ? നിരന്തരമായി പ്രാർത്ഥിക്കാനൊക്കുമോ, ധ്യാനിക്കാനോ? നമുക്ക് ശ്വസിക്കുന്നതിന് തടസ്സമുണ്ടോ? നാം ഇരുന്നാലും നടന്നാലും കിടന്നാലും ഉറങ്ങിയാലും എവിടെ അതുപോലെ എങ്ങനെ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നു അതുപോലെ നിരന്തരം ഉള്ളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പ്രാർത്ഥനയാലെപ്പോഴും ഞാൻ ജാഗരിച്ചു പോരാടുവാൻ നിന്റെ സഹായം നൽകുക എൻ്റെ മഹാപുരോഹിത. നിരന്തരം പ്രാർത്ഥിക്കണം, നിരന്തരം ധ്യാനിക്കണം. യഹോവയുടെ ന്യായപ്രമാണത്തെ ന്യായപ്രമാണത്തെ രാപ്പകൽ. ഇതെങ്ങനെ സാധിക്കും? നമ്മുടെ ശരീരത്തിന് പല സിസ്റ്റംസ് ഉണ്ട്. റെസ്പിറേറ്ററി സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം, റിപ്രൊഡക്ടറി സിസ്റ്റം, ഇങ്ങനെ പല സിസ്റ്റമുണ്ട്. ഈ ശരീരം ആരോഗ്യമുണ്ട്, ഈ സിസ്റ്റം എല്ലാം ഒരുപോലെ പ്രവർത്തിക്കുന്നുണ്ട്, ഒരുപോലെ പ്രവർത്തിക്കും. എവിടെങ്കിലും ഒന്ന് ബ്ലോക്കായാൽ പ്രശ്നമാകും. അതുപോലെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ എല്ലാ അംശങ്ങളും ഒരുപോലെ വേണം. വളർച്ചയെന്ന് പറഞ്ഞ് ഇതിൻ്റെ മൊത്തം വളർച്ചയാണ്. എൻ്റെ ഒരു കാല് മാത്രം വളർന്നാലും മന്ദോ നീരോ ആണ്. ഒരു ചിറി മാത്രം തടിച്ചാൽ അത് ഉറുമ്പ് കടിച്ചതാണ്. അല്ലാതെ 10 ദിവസം അടുപ്പിച്ച് പിന്നെ ധ്യാനം, 4 ദിവസം അടുപ്പിച്ച് ഉപവാസം, അതൊക്കെ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ഇതെല്ലാം ഒരുപോലെ വളരണം. ഒരുപോലെ വളരുകയാണെങ്കിൽ ആൾക്ക് വളർന്നെന്നറിയത്തില്ല. എപ്പോഴാണ് ഇന്നലെ നമ്മൾ വളർന്നത്? ഇന്നലെയാണ്. മറ്റുള്ളവരാ പറയുന്നത് വളർന്നെന്ന്. അതുകൊണ്ട് ഞാൻ വളർന്നെന്ന് പറഞ്ഞാൽ അത് സോക്കേടാണ്. നമ്മൾ വളർന്ന മറ്റുള്ളവർ, ആനയ്ക്കൊരിക്കലും അറിയത്തില്ല ആനയുടെ വലിപ്പം. അതുപോലെ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ വലിപ്പം എന്ന് നമ്മൾ അറിയുമോ അപ്പോൾ അഹങ്കാരമായിട്ടും അപകടമായിട്ടും മാറും. അതുകൊണ്ടാണ് നാം വളരും തോറും പാപം കുറയുകയും പാപബോധം കൂടുകയും ചെയ്യണം. അതുകൊണ്ട് നിരന്തരമായി പ്രാർത്ഥിക്കുന്നു. നിരന്തരമായി, ചുരുക്കം പറഞ്ഞാൽ സിനിമ കാണാനും സീരിയൽ കാണാനും പറ്റുകയില്ല. അത് വേണ്ടിയവരായിക്കോട്ടെ, അത് വേണ്ട. അത് ലൗകികർക്കുള്ളതാണ്, ദൈവികർക്കുള്ളതല്ല. അതുകൊണ്ട് ആരെങ്കിലും ഇവിടെ ഒരുപാട് പല സ്ഥലങ്ങളും പ്രസ്ഥാനങ്ങളും ഈ നാട്ടിൽ കാണും. എല്ലായിടത്തും നമ്മൾ കയറേണ്ട കാര്യമുണ്ടോ? വേണ്ട. അത് ലോകത്തിൽ വേണ്ടിയവർക്കാണ്. ആരെങ്കിലും ദൈവികരായിട്ട് വളരാനും മാറുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവർക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. വെള്ളത്തിൽ കിടക്കേണ്ട മീനെ കരക്കിട്ടാൽ ശ്വാസം മുട്ടി ചത്തുപോകും. കരയ്ക്ക് കിടക്കേണ്ട മനുഷ്യനെ വെള്ളത്തിലിട്ടാലും ദൈവികമായ കാര്യങ്ങളിൽ മുഴുകിക്കിടക്കേണ്ടവൻ ലൗകികമായ കാര്യങ്ങൾ മുഴുകിയാൽ അവൻ ചത്തുപോകും. അതുകൊണ്ടാണ് ഈ പഴം തിന്നരുത്, തിന്നുന്ന നാള് നീ മരിക്കും. മരിച്ചവതങ്ങനെ മരിച്ചവരെ കുഴിച്ചിടട്ടെ, പാപത്തിൻ്റെ ശമ്പളം ഈ മരണം. അതുകൊണ്ട് അതും ഇതും കൂടെ പറ്റുകയില്ല. ഒരുപാട് പേര് ഞാനിവിടെ എല്ലാം പഠിപ്പിച്ച് മതിയായി. ഒരുപാട് അച്ഛന്മാർ പറഞ്ഞു അച്ഛൻ ഇതൊക്കെ പറ്റും, പെണ്ണുമില്ല പെടക്കൊഴിയുമില്ല. അതുകൊണ്ട് എങ്ങും കേൾക്കാത്ത ഒരു സ്ഥലത്ത് ഞാൻ പ്രസംഗിക്കുകയാണ്. അവർ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. ഇന്നലെ വൈകിട്ട് വന്നു, ഇന്ന് 12 മണി 1 മണിക്ക് ഇവിടുന്ന് പോവുകയും ചെയ്യും. ദാഹമുള്ളിടത്ത് പോകട്ടെ. ഒരു കാര്യം ഓർത്തുകൊള്ളണം, അപ്പത്തിനുള്ള വിശപ്പല്ല, വെള്ളത്തിനുള്ള ദാഹവുമല്ല. യഹോവയുടെ വചനങ്ങളെ കേൾക്കാനുള്ള വിശപ്പും ദാഹവും അയക്കുന്ന നാൾ വരുന്നു. അന്നാളിൽ സമുദ്രം മുതൽ സമുദ്രം വരെയും വടക്ക് മുതൽ കിഴക്ക് വരെയും ചുറ്റി നടന്ന് അന്വേഷിച്ച് അലഞ്ഞു നടക്കും, കണ്ടുകിട്ടുകയില്ല. അന്നാളിൽ സൗന്ദര്യമുള്ള കന്യകമാരും യൗവനക്കാരും ബോധം കെട്ട് വീഴും. ആരാണ് എന്ന് വെച്ചാൽ സൗന്ദര്യമില്ലാതെ രക്ഷപ്പെടുമെന്നാണോ? ആണോ? പള്ളിയിൽ പോകാൻ നേരമില്ല, കണ്ണാടി മുമ്പിൽ ഉടുത്തൊരുങ്ങി നിൽക്കുകയാണ്. വേഷം കെട്ടാൻ നേരമുണ്ട്,
പള്ളി വരാൻ നേരമില്ല. എൻ്റെ അമ്മ പണ്ട് പാടിക്കേട്ടിട്ടുണ്ട്, അസലായി നടക്കണം, ഡ്രസ്സു നന്നായിരിക്കണം, വസ്തു തന്നെ ദൈവമെന്നു തീർത്തുരയ്ക്കും ഷാടന്മാരെ കൊണ്ടുവാ നീ, പാപികളെ കൊണ്ടുവാ നീ. ഉച്ചരി ഉപസിച്ച വയറ്റുവേനയാണ്, പാടുകയും ചെയ്യും. എന്തലയിലെ മൂടികളും എത്ര പറിച്ചു കളയുന്നത്? ഒരു വേദനയുമില്ലല്ലോ, ഒരു വേദനയുമില്ലല്ലോ. അതുകൊണ്ട് ഇതുകൊണ്ടൊന്നും കാര്യം നടക്കത്തില്ല. ദൈവസന്നിധിയിൽ അടങ്ങിയിരിക്കണം. ആരാധനാ ജീവിതം, അനുതാപ ജീവിതം, നോമ്പുപവാസ ജീവിതം, ധ്യാന ജീവിതം, ജാഗരണ ജീവിതം, കൗദാശ്യ ജീവിതം, സുഹൃത ജീവിതം, പീഡാനുഭവ ജീവിതം, ദൈവീകരണ ജീവിതം. അതിലൊന്നാണ് ധ്യാനം. ധ്യാനം എന്താണെന്ന് ചോദിച്ചാൽ ആർഷഭാരത സംസ്കാരത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്, നിർവിഷയം മന ധ്യാനം. എന്താ നിർവിഷയം മന? വിഷയബദ്ധമായ മനസ്സിനെ വിഷയമുക്തമാക്കി ദൈവസന്നിധിയിൽ തിരിച്ചു നിർത്തുന്ന പല മാർഗങ്ങളിലൊന്നാണ് ധ്യാനം. വിഷയബദ്ധമാണ് ഇവിടെ. വിഷയബദ്ധമായ മനസ്സിനെ വിഷയമുക്തമാക്കണം. എന്നിട്ട് ചുരുക്കം പറഞ്ഞാൽ മാർത്തയുടെ മനസ്സിൽ നിന്ന് മറിയുടെ മനസ്സിലേക്ക് മാറുക. മാർത്തയുടെ മനസ്സെന്താണ്? അല്ല, ആവലാതിയും വേവലാതിയും പരാതിയും. കർത്താവിനെ കാണാൻ ചെന്നപ്പം 3 തീയും കൊണ്ടാണ് എന്നത്. ആവലാതി, വേവലാതി, പരാതി. എന്താ? അവൾ നല്ല കാര്യമാണ് കർത്താവിന് ആഹാരം പാകം ചെയ്യുക. അപ്പോഴാണ് മറിയ ഒറ്റയ്ക്ക് വചനം പഠിപ്പിക്കുന്നത്. യേശുവിൻ തിരുപ്പാദത്തിൽ ഇരുന്നു കേൾക്കാം തന്റെ വിശുദ്ധ. മാർത്തേ മാർത്തേ, നീ പലതിനെ ചൊല്ലി മനം കലങ്ങിയിരിക്കുന്നു. മാർത്ത മാർത്ത, യു ആർ ട്രബിൾഡ് ആൻഡ് ഡിസ്റ്റർബ്ഡ്. പല കാര്യങ്ങളാണ്. എന്നാൽ മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. ഈ നല്ല അംശമാണ് ദൈവവചനം. ഈ നല്ല അംശം തിരഞ്ഞെടുക്കണം. നിങ്ങളുടെ മക്കളെല്ലാം നിങ്ങൾ ഒരുപാട് പഠിപ്പിക്കുന്നുണ്ട്. കുഴിച്ചു മൂടാൻ പുസ്തകമുണ്ട്. ജീവിതത്തിൽ ഷോക്ക് വരുമ്പോൾ ഈ പുസ്തകം ഒന്നും സഹായിക്കത്തില്ല. എഞ്ചിനീയറിംഗ് ടെസ്റ്റും മെഡിക്കൽ ടെസ്റ്റും ബയോകെമിസ്ട്രി ഒന്നും സഹായിക്കത്തില്ല. ഉപജീവനത്തിന് ഉതകുമെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ നിത്യജീവനെ സഹായിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ദൈവവചനമാണ്. ദൈവവചനം പഠിപ്പിക്കാതെ നിങ്ങളുടെ മക്കളെ എന്ത് പഠിപ്പിച്ചാലും അത് പ്രയോജനപ്പെടത്തില്ല. ലൈഫിൽ ഷോക്ക് ഉണ്ടാകും. എന്താ ഷോക്ക് ഉണ്ടാകും? ഇതുകൊണ്ടാണ് ബൈബിൾ സ്കൂളിൽ ഫാൻ ഇട്ട് കൊടുക്കത്തില്ല. മനസ്സിലായോ? ബൈബിൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, ഫാൻ ഇട്ട് കൊടുക്കത്തില്ല. കാരണം ഈ ഫാനെല്ലാം കഴിഞ്ഞാൽ നമുക്ക് എന്ത് സ്വസ്ഥമായി. ദൈവമേ, ഇനി കറണ്ട് വരാതിരിക്കട്ടെ. മൈക്കില്ലെങ്കിൽ കേൾക്കാം. സ്വസ്ഥമായിരിക്കണം. സ്വസ്ഥത ഉണ്ടെങ്കിലേ പ്രാർത്ഥിക്കാനൊക്കത്തുള്ളൂ. അതുകൊണ്ട് ജീവിതം മുഴുവൻ ദൈവസന്നിധി സ്വസ്ഥമായിരിക്കണം. സ്വസ്ഥമായിരിക്കണമെങ്കിൽ പല ചിന്തകൾ ഉണ്ടാകാൻ പാടില്ല. മാർത്തേ മാർത്തേ, നീ പലതിനെ ചൊല്ലി മനം കലങ്ങിയാൽ പ്രാർത്ഥിക്കാനൊക്കത്തില്ല. അപ്പോഴാണ് സ്വാർത്ഥത വരുന്നത്. ഇതോട്ടെ ഒരുപാട് വീശാൻ തുടങ്ങി. ഇപ്പം മനം കലങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് ഉടുക്കുവാനും ഉണ്ണുവാനും ഉണ്ടെങ്കിൽ മതി. ആ അടിസ്ഥാന തത്വം സ്വീകരിക്കാത്തവർക്കൊന്നും പ്രാർത്ഥിക്കാനൊക്കത്തില്ല, ധ്യാനിക്കാനൊക്കത്തില്ല. ഉടുക്കുവാനും ഉണ്ണുവാനും ഈ അടിസ്ഥാന തത്വം നമ്മൾ അതിൽ കൂടുതലുണ്ടെങ്കിൽ ഇല്ലാത്തവന് കൊടുക്കണം. പണ്ട് കൊടുക്കുമായിരുന്നു, വളിക്കുമായിരുന്നല്ലോ സാധനം. ഇപ്പം വളിക്കുമോ? ഫ്രിഡ്ജും ഫ്രീസറും അല്ലേ? ഒന്നും പോകത്തില്ല സ്വർഗത്തിൽ, ഒന്നും പോകത്തില്ല. അല്ലെങ്കിൽ നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അപ്പോൾ സ്വർഗത്തിൽ 2 വസ്ത്രമുണ്ടെങ്കിൽ ഒന്നില്ലാത്തവന് കൊടുക്കുക. 2 നേരത്തെ ആഹാരമുണ്ടെങ്കിൽ ഇല്ലാത്തവന് കൊടുക്കുക. ഇത് ചെയ്യാതെ എന്തെല്ലാം ചെയ്താലും യാതൊരു ഗുണവും കിട്ടത്തില്ല. വെച്ചാൽ ഞാനിത് പറഞ്ഞിട്ട് പോയി, ഇനിയും വരത്തില്ല. വെള്ളിയാഴ്ച ഉപവസിക്കേണ്ട ദിവസമാണ്. രാവിലെ കുർബാന പാടില്ല, നിവൃത്തിയുള്ളിടത്തോളൂ. ബുധനും വെള്ളിയും ഇവിടെ പോലും പാടില്ല. സഭ ആര് തിരുത്തും? ഇനി
ആള് കൂടാനും പണം കൂടാനും ഉള്ളതല്ല സഭ. വെള്ളിയാഴ്ച ഉപവസിക്കുവാൻ പഠിപ്പിക്കണം. പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി ഒന്നിനാലും മാറിപ്പോകത്തില്ല. ഇടയ്ക്ക് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ആരെയും പറയണ്ടേ? ഇവരെ നമ്മൾ നയിക്കണം. ഇവരുപവസിക്കണം, പ്രാർത്ഥിക്കണം. ഈ സഭ നന്നാണ്. ഇതിനേക്കാൾ ശ്രേഷ്ഠമായ സഭയില്ല. ഓർത്തഡോക്സ് ഫെയ്ത്ത് ഈസ് എ വേർഷൻ ഓഫ് ഫെയ്ത്ത്. നേരെയാണ്, വെർട്ടിക്കൽ. കാത്തലിക് ഫെയ്ത്ത് ഈസ് എ ഡീവിയേഷൻ ഓഫ് ഫെയ്ത്ത്. പ്രൊട്ടസ്റ്റന്റ് ഫെയ്ത്ത് ഈസ് ദി ഡൈവേർഷൻ ഓഫ് ഫെയ്ത്ത്. ആൻഡ് പെന്റിക്കോസ്റ്റൽ ഫെയ്ത്ത് ഈസ് ദ പെർവേർഷൻ ഓഫ് ഫെയ്ത്ത്. വേർഷൻ, ഡീവിയേഷൻ, ഡൈവേർഷൻ, പെർവേർഷൻ. ഓർത്തഡോക്സുകാർ പെന്തിക്കോസ്റ്റിൽ പോകുമ്പോൾ പേപ്പട്ടിയായി മാറും. ഏത് പട്ടിയെയും പേപ്പട്ടിയാക്കാം, പക്ഷെ ഒരു പേപ്പട്ടിയെയും തിരിച്ച് പട്ടിയാക്കാനൊക്കത്തില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് ഇരുന്നോണം, എങ്ങും പോകരുത്. ആകയാൽ വിശ്വാസത്തിന് നിലനിൽക്കണം. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും അനേക കഷ്ടങ്ങളിലൂടെ. അപ്പം ദൈവരാജ്യത്തിന്റെ പാത ഏതാണ്? കഷ്ടതയുടെ പാത. ഒന്നും രണ്ടും അല്ല, അനേക കഷ്ടങ്ങൾ. ആകയാൽ മാർത്തയുടെ മനസ്സിൽ നിന്ന് മറിയുടെ മനസ്സിലേക്ക് മാറണം. ഈ മാറ്റമാണ് അപ്പോഴേ ധ്യാനിക്കാനൊക്കത്തുള്ളൂ. ഭാരത പശ്ചാത്തലത്തിൽ രണ്ടാണ്, നാനാത്വവും ഏകത്വവും. എന്താ നാനാത്വവും? നാനാത്വത്തിന്റെ പ്രതിനിധിയാണ് മാർത്ത. ഏകത്വത്തിന്റെ പ്രതിനിധിയാണ് എൻ്റെ കയ്യിൽ ഒരു തേങ്ങായും ഈ ഒരു കയ്യിൽ കുറെ കടുകുമുണ്ട്, ഒരു പിടി കടുക്. ഞാൻ മറിഞ്ഞു വീണപ്പോൾ കടുകെല്ലാം ചെതറിപ്പോയി. എടുക്കാൻ ഏതാ എളുപ്പം? ഇതോ? അതുകൊണ്ട് കയ്യിലെ വിഷയങ്ങളൊക്കെ പോകട്ടെ. നിങ്ങൾ ആരോഗ്യമുള്ളപ്പോൾ യൗവനത്തിൽ ഈ വിഷയം കളഞ്ഞില്ലെങ്കിൽ പ്രായത്തിൽ മാരകമായ രോഗം വരും. അപ്പം പിന്നെ വിഷയങ്ങളൊന്നുമില്ല. എങ്ങനെ ക്യാൻസറിൽ നിന്ന് രക്ഷപ്പെടുത്തണേ? ഒറ്റ വിഷയമായിട്ട് മാറും. അതുകൊണ്ടാണ് റിമെമ്പർ യുവർ ക്രിയേറ്റർ സ്റ്റിൽ യു ആർ യങ് ബിഫോർ ദി ഈവിൾ ആൻഡ് ഡിസ്മൽ ഡേയ്സ് കം വെൻ യു വിൽ സേ ഐ ഡു നോട്ട് എൻജോയ് ലൈഫ് എനിമോർ. എനിക്ക് ജീവിതം ആസ്വദിക്കാൻ ഒക്കുന്നില്ല എന്ന് പറയുന്നൊരു കാലം ഇന്നല്ലെങ്കിൽ നാളെ വരും. അതിനു മുമ്പ് യൗവനത്തിലെ സൃഷ്ടാവിനെ ഓർക്കണം. യൗവനത്തിൽ അതും ഇതും കൂടെ പറ്റത്തില്ല, ലോകവും ജഡവും കൂടെ പറ്റത്തില്ല. ഇത് ബുദ്ധിമുട്ടിൻ്റെ പാതയാണ്, പ്രയാസങ്ങളുടെ പാതയാണ്, കഷ്ടതയുടെ പാതയാണ്, സഹനത്തിൻ്റെ പാതയാണ്. ഇത് സുഖസൗകര്യത്തിൻ്റെ പാതയല്ല. ആകയാൽ ഇത് ആമുഖമായി പറഞ്ഞതാണ് ഈ കാര്യങ്ങളെല്ലാം. ക്രിസ്തീയ ജീവിത പാതയിലെ പല വിഷയങ്ങൾ ഒന്ന് മാത്രമാണ് ധ്യാനം. ധ്യാനമല്ല, ധ്യാനം അവനവൻ ചെയ്യേണ്ടതാണ്. ഞാൻ ശ്വസിക്കേണ്ടതുപോലെ ഞാൻ ചെയ്യേണ്ടതാണ് ധ്യാനം. അതിന് സഹായിക്കുന്നതാണ് ധ്യാന ജീവിതത്തെ സഹായിക്കുന്നതാണ് ധ്യാന പ്രസംഗം, ധ്യാന ദർശനം, ധ്യാന ശ്രവണം. കേട്ട് ധ്യാനിക്കാം, കണ്ട് ധ്യാനിക്കാം. ഇവിടെ നോക്കിയാൽ കുരിശുണ്ട്, അതിനെ കണ്ട് ധ്യാനിക്കാം. അല്ലെ പ്രാവുണ്ട്, ഇതൊക്കെ കണ്ട് ധ്യാനിക്കാം. കണ്ട് ധ്യാനിക്കാം, കേട്ട് ധ്യാനിക്കാം, വായിച്ച് ധ്യാനിക്കാം, രുചിച്ച് ധ്യാനിക്കാം. പല മാർഗങ്ങളാണ്. ഏറ്റവും വലിയ ധ്യാന ജീവിതം സഹായിക്കുന്നത് വിശുദ്ധ കുർബാനയാണ്. കണ്ടും കേട്ടും. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയുടെ ധ്യാന പഠനം എന്നും പറഞ്ഞിരുന്നത്. ഇതേറെ എങ്ങും പോകേണ്ട കാര്യമില്ല. പോട്ടയിലും മരുതിമൂട്ടിലും പുന്നമൂട്ടിലും പിന്നെ ഒന്നും പോകേണ്ട ആവശ്യമില്ല. ഈ ഓട്ടം തുടങ്ങിയാൽ പിന്നെ ഒരിക്കലും സ്ഥിരത കിട്ടത്തില്ല. ആകയാൽ ചുരുക്ക സമയം കൊണ്ട് ധ്യാന വിഷയത്തിലേക്ക് കടക്കുന്നു. അപ്പോസ്തലർ 14:22 വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാണെന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സുറപ്പിച്ചു. ബോധത്തിലോട്ട് കയറ്റുന്നതാണ് പ്രബോധനം. വിശ്വാസത്തിൽ നിലനിൽക്കണം എന്നും അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ അതുകൊണ്ട് ദൈവരാജ്യത്തിലുള്ള പാത ഏതാണ്? കഷ്ടത. അതുകൊണ്ട് ഈ കഷ്ടത മാറ്റാൻ ആരെങ്കിലും വന്നാൽ അതിൻ്റെ ലക്ഷ്യം നിങ്ങളെ ദൈവരാജ്യത്തിൽ കടത്തരുതെന്നാണ്. അതുകൊണ്ട് വിഷയം വെച്ച് പ്രാർത്ഥിച്ച് ഈ കഷ്ടത മാറ്റാമെന്ന് വന്ന് പറഞ്ഞാൽ ഇവൻ ക്രിസ്തുവിൻ്റെ ആളല്ല, അന്തിക്രിസ്തുവിൻ്റെ. അവനെ തട്ടിക്കളയണം. അതാണ് 10ാമത്തെ കൽപ്പന. മോഹം പാടില്ല. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപത്തിൻ്റെ ശമ്പളം. അതുകൊണ്ട് മോഹം പാടില്ല. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ടാട്ടെ. ദ്രവ്യം ആവശ്യമാണ്, ദ്രവ്യാഗ്രഹം പാടില്ല. ഈ പ്രസംഗിക്കുന്ന ഈ തിരുമേനിക്ക് ഈ മാസം 2,48,000 രൂപയുണ്ടെങ്കിൽ എൻ്റെ ഭദ്രാസനിലെ കാര്യങ്ങൾ എടുത്തുള്ളൂ. നിങ്ങൾ ആരും തരണ്ട കേട്ടോ, ആരും തരണ്ട. എനിക്ക് വേണ്ടത് ഏലിയാവിൻ്റെ കാക്ക കൊത്തിയെടുത്ത് അവിടെ കൊണ്ടിടും.
അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിനകത്തിരിക്കുന്ന ഒരാൾ 25,000 രൂപ തന്നിട്ട് കയ്യിൽ തിരിച്ച് ഞാൻ വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് വേണ്ട. ലോകത്തിലേക്കും വില കുറഞ്ഞ സാധനം പണമാണെന്ന് പഠിപ്പിച്ചിട്ട് എനിക്ക് തിരിച്ചു പറയാനൊക്കത്തില്ല. എന്നെ കളിയാക്കും. കഷ്ടപ്പെട്ടു കൊള്ളട്ടെ. എൻ്റെ ദൈവമാണ് എന്നെ വിട്ടെങ്കിൽ എനിക്ക് കഷ്ടപ്പാടെന്ന് പറയുന്നത് ദൈവരാജ്യത്തിൻ്റെ ഒരു മാർഗമാണ്. കുർബാന ചൊല്ലുന്നു, കർത്താവേ, ഞങ്ങൾക്ക് കഷ്ടവും നഷ്ടവും വരുത്തുന്ന സകലത്തെയും ഞങ്ങൾക്ക് ഗുണകരവും ലാഭകരവുമായിട്ട് വേഗത്തിലും എളുപ്പത്തിലും വ്യത്യാസപ്പെടുത്തി തരണമേ. കഷ്ടതയെക്കുറിച്ച് ഒരു ധാരണയുണ്ടാകണം. നൗ വി ഹാവ് മോർ മിസ്അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് സഫറിങ്. കഷ്ടതയെക്കുറിച്ച് തെറ്റിദ്ധാരണയാണ് ഇപ്പോഴുള്ളത്. ശരിയായ ധാരണയുണ്ടാകണം. ശരിയായ ധാരണ എന്ന് പറയുന്നത് ദിവ്യ കഷ്ടമുണ്ട്, ദിവ്യമായ കഷ്ടാനുഭവം എന്ന് പറയുന്നത്. കള്ളൻ മോഷ്ടിച്ചിട്ട് ഇടികൊള്ളുന്ന കഷ്ടാനുഭവം അല്ല. ദൈവം തമ്പുരാൻ നമുക്ക് അറിഞ്ഞുകൊണ്ട് മനസ്സ വാച കർമ്മണ തെറ്റുകുറ്റങ്ങളൊന്നും ചെയ്യാതെ നാം നേരിടേണ്ടി വരുന്ന കഷ്ടതകൾ. കർത്താവിൻ്റെ ജനനത്തിൽ ആദ്യമായി സ്വർഗത്തിൽ വിട്ടത് പിഞ്ചു കുഞ്ഞുങ്ങളെയാണ്. തല വെട്ടി. അവരൊരു തെറ്റും ചെയ്തില്ല. അങ്ങനെ നിരപരാധികളായി ജീവിക്കുമ്പോൾ നേരിടേണ്ടി വരുന്ന കഷ്ടമെന്ന് പറയുന്നത് ദൈവം തമ്പുരാൻ കനിഞ്ഞു തരുന്ന അനുഗ്രഹമായിട്ട് കാണുമ്പോൾ പിന്നെ വിഷയങ്ങളൊന്നും വെച്ച് നാം പ്രാർത്ഥിക്കത്തില്ല. പിന്നെ നമ്മൾ കുന്തിദേവി പ്രാർത്ഥിച്ച പോലെ പ്രാർത്ഥിക്കും. ഭഗവാനെ, ദുഃഖത്തിൻ്റെ നെരുപ്പോടെൻ്റെ ശിരസിൽ പ്രതിഷ്ഠിക്കണമേ. ദുഃഖമില്ലെങ്കിൽ ഈശ്വര നിന്നെ ഞാൻ മറക്കും. ഈ പരുമലപ്പള്ളിയുടെ ചരിത്രത്തിൽ ഒരിക്കൽ ഒരു സ്ത്രീ ഇവിടെ ഒന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്നതായി ഈവാനിയോസ് തിരുമേനി കണ്ടു. ഈവാനിയോസ് തിരുമേനി ക്യാൻസറായിട്ട് കിടക്കുന്ന സമയത്താണ്. അപ്പോൾ ആ സ്ത്രീയോട് ചോദിച്ചാൽ പറയുന്നു, എന്തിനാണ് കരയുന്നത്? എനിക്ക് കരയുന്നത് ദുഃഖമില്ലാത്തതാണ് എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം. എന്താ? ദുഃഖമില്ലാത്തതാണ് എൻ്റെ ദുഃഖത്തിന് കാരണം. അതുകൊണ്ട് ദുഃഖങ്ങൾ ഉണ്ടെങ്കിലേ ദൈവത്തെ നാം അറിയത്തുള്ളൂ. ഹൃദയം നുറങ്ങുന്നവന് യഹോവ ഹൃദയം നുറങ്ങണം. അതുകൊണ്ടാണ് മാതാവിൻ്റെ നെഞ്ചത്തൊരു വാള്, ദൈവത്തെ പ്രസവിച്ച ദൈവപുത്രനെ പ്രസവിച്ച അമ്മയുടെ നെഞ്ചത്ത് വാളെങ്കിൽ പിന്നെ നമുക്ക് ആ പാതയല്ലേ ഉള്ളത്. ജീവനുണ്ടെങ്കിൽ വേദനയുണ്ടാകും, വേദനയില്ലെങ്കിൽ ചത്ത ജീവിതമാണ്. അതുകൊണ്ട് വേദനിക്കുന്ന ജീവിതം. അതുകൊണ്ട് ഇവിടെ കേൾക്കുന്ന പ്രാർത്ഥനയോ സംബന്ധിക്കുന്ന ആരും കഷ്ടതയെക്കുറിച്ച് ദുഃഖിക്കരുത്. ദുഃഖിക്കുന്ന എന്തിനു വേണ്ടിയായിരിക്കണം? പാപത്തിൽ വീഴാതിരിപ്പാൻ. വീണുപോയ പാപത്തെ ഓർത്ത്, അനുതാപത്തിൻ്റെ പകുതി എന്ന് പറഞ്ഞത് ചെയ്തു പോയ പാപത്തെ ഓർത്ത് ദുഃഖിക്കുന്നതാണ്. ബാക്കി എന്ന് പറഞ്ഞ ആ പാപത്തിൽ വീഴാതിരിപ്പാൻ കരഞ്ഞു പ്രാർത്ഥിക്കാണ്. യേശുക്രിസ്തു കരഞ്ഞ് പ്രാർത്ഥിച്ചത് പാപത്തിൽ വീണിട്ടല്ല. പാപം ഒരിക്കലും തനിക്കുണ്ടായിട്ടില്ല. പാപമൊഴികെ സകലത്തിലും മനുഷ്യനെ പോലായി. യേശുക്രിസ്തു കരഞ്ഞ് പ്രാർത്ഥിച്ചത് പാപത്തിൽ വീഴാതിരിപ്പാനാണ്. നാം പാപത്തിൽ വീഴാതിരിപ്പാൻ കരയാത്തത് കൊണ്ട് വീണ പാപത്തിൽ തന്നെ വീണ്ടും വീണ്ടും പാടുന്നു. നാഴികതോറും നീ തേറും. എവിടുന്ന് വരുന്നു? മൂന്നെണ്ണം. ബാക്കി എല്ലാവരും മിണ്ടാതിരിക്കുന്നത്. അച്ചോ, നിങ്ങളൊക്കെ തന്നെ ഇതിനെ പിഴപ്പിച്ചത്. കൂട്ടായ്മയ്ക്ക് വന്നിട്ട് പാടും, സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിടും. ഇതെല്ലാം നിർത്തണം. പിതാക്കന്മാരുടെ പഴയ പാട്ടുകളോ തെരഞ്ഞെടുപ്പെട്ട ഗാനങ്ങളോ ഇടണം. വഴിപഴിപ്പിക്കരുത്. അപ്രേമിൻ്റെ അനുതാപത്തിൻ്റെ കൊടുക്കണം. ഇവരെല്ലാം നല്ല ആളുകളാണ്. ഇതിലെ അടിച്ചാലും പോകുന്നവരാണ്. താളവും വീളും കുഴപ്പമൊന്നും നമുക്ക് ആവശ്യമില്ല. ഒന്നും ആവശ്യം. ആള് കുറയട്ടെ. ചെറിയ ആട്ടിൻകൂട്ടമേ, നിങ്ങൾ ഇന്ന് രാവിലെ മഴ പെയ്തപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ നല്ല മഴ പെയ്യട്ടെ, കുറച്ചു പേരെ ഇനി ഇറങ്ങാത്തവരിറങ്ങരുത്. എന്തോ ഒരു പാട്ടാ, പ്രതികൂലങ്ങളേറെ എന്ന കള്ളികള്. മിണ്ടണ്ട. അതുകൊണ്ടാ കർത്താവ് എൻ്റെ ആലയം പ്രാർത്ഥനയാൽ നിങ്ങളതിനെ കള്ളന്മാരുടെയും കള്ളികളുടെ അതുകൊണ്ട് ദൈവത്തെ അറിഞ്ഞാൽ, ദൈവത്തെ സ്നേഹിച്ചാൽ എനിക്ക് വേണ്ടത് ദൈവം തന്നുകൊള്ളും. ആ വിശ്വാസം ഉണ്ടാകട്ടെ. ഉണ്ട് വിശ്വാസത്തിൽ നിലനിൽക്കണം. ഏത് വിശ്വാസത്തിലാ? സത്യവിശ്വാസത്തിൽ. വിശ്വാസമാണ് ഒരു ധ്യാന വിഷയം, മറ്റേത് കഷ്ടതയാണ്. വിശ്വാസത്തെക്കുറിച്ച് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ കുറേ വിശ്വാസികളെ കണ്ടു. ഒന്ന് അന്ധവിശ്വാസികൾ. എന്താ? ഒരുപാട് അന്ധവിശ്വാസം. പിന്നെ കുറെ അപ്പവിശ്വാസികൾ. എന്താ? ഏത് വിഷയം വെച്ചാലും എല്ലാം എന്താ? അപ്പമാണ് വിഷയം. പിന്നെ കുറെ പേര് അല്പവിശ്വാസം. തീരെയില്ലെന്നല്ല, ഓർത്തഡോക്സുകാർ മിക്കവാറും അല്പവിശ്വാസികളാണ്. തോമസ് അച്ഛൻ തന്നെ മോളെ പ്രാർത്ഥിക്കാൻ വരണം, പക്ഷെ 9:30 കഴിഞ്ഞിട്ട് ഇറങ്ങാവൂ. എന്താ?
അതെന്താ? ഈ ഓർത്തഡോക്സുകാർ പാവങ്ങളാണ്ട് രാഹു എന്നങ്ങ് പറയും. പെന്തക്കോസ്തുകാർ അങ്ങനെ പറയത്തില്ല. ഒരാൾ വരാനുണ്ട്, 9:30 കഴിഞ്ഞ് ഇറങ്ങിയാൽ മതി. ഒരിക്കൽ 300 പേരെ പിടിച്ചു നിർത്തി 9:30 കഴിഞ്ഞപ്പോൾ ഇനി ആൾ വരത്തില്ലെന്ന്. ഇവർ മണ്ടികളും പൊട്ടികളും രാവ് കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ മതി. എന്നാൽ ടോയ്ലറ്റിൽ പോകുന്ന നേരത്ത് അത് പറയുന്നില്ലല്ലോ, രാവ് വന്നോ വലിയൊന്ന്. പണ്ട് അല്പവിശ്വാസമൊക്കെ ഉണ്ട്. അച്ഛൻ തന്നെ പാല് കാച്ചണം, 12 കഴിഞ്ഞേ വരാവൂ. അതും ഇതും കൂടെ പറ്റത്തില്ല. കാലമൊക്കെയിലും നേരമൊക്കെയിലും ഇതൊക്കെ നല്ലതാണ്. എന്നാൽ ഈ പ്രകൃതി ശക്തിയേക്കാൾ അപ്പുറമായൊരു ശക്തിയാണ് സർവശക്തനായ ദൈവത്തിൻ്റെത്. പണ്ട് വീടിന് സ്ഥലം കാണുന്നതൊക്കെ ചെറ്റപ്പരയാണ്. കാറ്റിൻ്റെ ഗതി നോക്കണം, കിണർ എവിടാന്ന് നോക്കണം, അതൊക്കെ ഇന്നും നോക്കണം. ഏതാ തീ പിടിക്കാതെ വെള്ളം ഉള്ളിടത്ത് എവിടാണ്. പക്ഷെ അത് ഈ അന്ധവിശ്വാസമായിട്ട് കണക്കാക്കരുത്. അന്ധവിശ്വാസം, പിന്നെ അപവിശ്വാസം, പിന്നെ അല്പവിശ്വാസം, പിന്നെ അന്യവിശ്വാസം. ഇതിനകത്തിരിക്കുന്ന എത്ര പിള്ളേരുടെ കയ്യിൽ ചരടുണ്ടെന്നറിയാമോ? ഇന്ന് രാവിലെ എൻ്റെ ഓർത്തഡോക്സുകാർ കൊന്ത വാഴ്ത്താൻ കൊണ്ടെത്തുന്നു. അറിഞ്ഞുകൂടാ. എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് എനിക്ക് അറിഞ്ഞിരിക്കണം. ക്രോസ് മാച്ചിങ്, വേറെ ബ്ലഡ് ഗ്രൂപ്പ് നമുക്ക് ആവശ്യം ഇല്ല. എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് മാത്രം എനിക്ക് മതി. നിങ്ങളുടെ ബ്ലഡ് അല്ലെന്ന് പറയുന്നില്ല. ആ വിധത്തിൽ നമ്മുടെ വിശ്വാസം ഉറച്ചു നിൽക്കണം. ഇതിനേക്കാൾ ശ്രേഷ്ഠമായ വിശ്വാസമില്ല. ആദിമസഭയിലെ വിശ്വാസം ജീവൻ കൊടുത്തും കഷ്ടതയിൽ കൂടെ നേടിയെടുത്തതാണിത്. അത് കാത്തു സൂക്ഷിക്കണം. ഇതിനേക്കാൾ ശ്രേഷ്ഠ ഒരു വിശ്വാസം മറ്റെങ്ങും കാണത്തില്ല. അത് കാത്തു സൂക്ഷിക്കണം. പോകട്ടെ, അപവിശ്വാസം, അല്പവിശ്വാസം, അന്ധവിശ്വാസം, അന്യവിശ്വാസം ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്ക്, അന്യവിശ്വാസം. പിന്നെ പൂർണ്ണ വിശ്വാസം. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും ആ പൂർണ്ണ വിശ്വാസം, സത്യവിശ്വാസം വന്നാൽ എൻ്റെ ദൈവം എനിക്ക് ദോഷത്തിന് വേണ്ടി ഒന്നും തണ്ട്. ഇതിനകത്ത് എനിക്ക് അടുപ്പമുള്ള ബൈബിൾ സ്കൂളിൽ ഒരു സ്റ്റുഡൻ്റ് ഇരിപ്പുണ്ട്. 1 മണിക്കൂർ കൊണ്ട് മകൾ മരിച്ചുപോയി. ഞാൻ ഇംഗ്ലണ്ടില്ല. എന്നെ വിളിച്ച് ഞാൻ പറഞ്ഞു, ദൈവം ദോഷത്തിന് വേണ്ടി ഒന്നും ചെയ്യത്തില്ല. ഇതിനകത്തിരിപ്പുണ്ട്, ഒന്നും ചെയ്യത്തില്ല. ചിന്തിച്ചു എന്താണ് ആ നന്മ. 40 ദിവസം കഴിഞ്ഞപ്പോൾ കണ്ടുപിടിക്കാൻ സാധിച്ചു. ആ മകളെ പഠിപ്പിക്കേണ്ട പണം കൊണ്ട് പല മക്കളെ പഠിപ്പിക്കുക, ആ കുട്ടിയെ കെട്ടിക്കേണ്ട പണം കൊണ്ട് പലരെ കെട്ടിക്കുക, അങ്ങനെ പല നന്മകൾ. ദൈവം ദോഷത്തിന് വേണ്ടി ഒന്നും ചെയ്യത്തില്ല. മരണമാകട്ടെ, രോഗമാകട്ടെ, ഭർത്താവ് മരിക്കട്ടെ. മരിക്കാനല്ല പറഞ്ഞു കേട്ടോ. ഭർത്താവ് മരിച്ചാൽ പോലും ഇപ്പം ഭർത്താവിനും കർത്താവിനും വേണ്ടി ജീവിക്കുകയാണ്. ഭർത്താവ് മരിച്ചാൽ ആർക്ക് വേണ്ടി ജീവിക്കാം? എല്ലാവരും അങ്ങനൊന്നുമല്ല. പൂർണ്ണമായിട്ട് ഭർത്താവ് കർത്താവിൻ്റെ അടുക്കലാണ്, ഭാര്യയും കർത്താവിൻ്റെ അടുക്കൽ പോകാം. തിരിച്ചും എന്ത് സംഭവിച്ചു കൊള്ളട്ടെ, ദോഷത്തിന് വേണ്ടി ഒന്നും. റോമർ 8:28 ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി. എല്ലാത്തിനകത്തെല്ലാം ഉണ്ട്. പിന്നെ ഒരു വിഷയം വെക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ വിശ്വസിച്ചു വാഴണം. അങ്ങനെ വിശ്വാസത്തിൽ ഉറയ്ക്കണം. അപ്പം പല വിശ്വാസികളുണ്ട്, നമുക്കത് വേണ്ട. നിന്റെ ദൈവമായ തന്നെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും. ഈ വിശ്വാസം ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവത്തിൻ്റെ ദാനമാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഇത് കിട്ടുകയില്ല. ദൈവം ദാനമായിട്ട് തരേണ്ടതാണ് ഈ വിശ്വാസം. വിശ്വാസം തന്നെ ജനിക്കത്തില്ല. ഒരു ഇരട്ടപ്പിറവികളാണ്. വിശ്വാസത്തിൻ്റെ കൂടെ ഒരു ഇരട്ടയും കൂടെ ഉണ്ട്. വിശ്വാസത്തിൻ്റെ കൂടെ ഉള്ളതാണ് കഷ്ടത. എന്താ? ഫെയ്ത്ത് ആൻഡ് സഫറിങ് ആർ ട്വിൻസ്. കഷ്ടതയും വിശ്വാസവും കൂടപ്പിറപ്പുകളാണ്. ജനനവും മരണവും കൂടപ്പിറപ്പുകളാണ്. ഞാൻ ജനിച്ചു വളരുകയല്ല, ഞാൻ ജനിച്ചെൻ്റെ ശവകുടീരത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കും. ജനിച്ച നാൾ മുതൽ നാം മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ജനനവും മരണവും, മരിക്കുന്നതോടുകൂടി മരണത്തെ കൊല്ലാൻ സാധിക്കണം, നിത്യജീവൻ പ്രാപിക്കുവാൻ. അതുകൊണ്ട് വിശ്വാസം എവിടെയുണ്ടോ അവിടെ നിലനിൽക്കണമെങ്കിൽ കഷ്ടതയെ സ്വാഗതം ചെയ്തെങ്കിലേ. അതുകൊണ്ടാണ് ഓശാന സന്ധ്യയ്ക്ക് കഷ്ടാനുവാഴ്ചയുടെ തുടക്കത്തിൽ നമ്മുടെ പ്രാർത്ഥന എന്താണ്? പ്രൊമിയോൻ, പരിശുദ്ധവും രക്ഷാകരമായ കഷ്ടാനുഭവമേ സമാധാനത്താലേ വരിക. അന്ന് സമാധാനമില്ല, കറുത്ത തുണിയൊക്കെയാണ്. പക്ഷെ അന്ന് നാം സ്വാഗതം ചെയ്യുന്നത്
സമാധാനത്തോടെ സ്വാഗതം ചെയ്യുന്നത്. ദ ട്രൂ ക്രിസ്ത്യൻസ് ഓൾവേസ് വെൽക്കം സഫറിങ്. പരിശുദ്ധവും രക്ഷാകരമായ കഷ്ടാനുഭവമേ സമാധാനത്താലെ വരിക. ജീവിതത്തിലേക്ക് കഷ്ടതയെ സ്വാഗതം ചെയ്യണമെങ്കിൽ സത്യവിശ്വാസിക്ക് മാത്രമേ. ഇവിടെ ഒരമ്മച്ചി ഇവിടെ ഉണ്ടോയെന്ന് അറിയത്തില്ല, ഒരമ്മച്ചിയോട് പറഞ്ഞു, ഞാൻ നരയിക്കാതെ. ഞാൻ പറഞ്ഞു, അമ്മച്ചി നരകിച്ച് 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 മരിക്കട്ടെ. അതെന്താ അങ്ങനെ? ഞാൻ പറഞ്ഞു, ഇവിടെ വെച്ച് നരകിച്ചാൽ പിന്നെ ഒരു നരകം കാണത്തില്ല. ഇപ്പം അമ്മച്ചിക്ക് സന്തോഷമാണ്. കഷ്ടപ്പാട് അച്ഛൻ പറഞ്ഞില്ലയോ നരകിച്ച് മരിക്കണമെന്ന്. ഇവിടെ വെച്ച് നരകിച്ചല്ലേ അവിടെ വെച്ച് നരകത്തിൽ പോകേണ്ടി വരും. ധനവാന്റെ പടിക്കിടന്ന ലാസർ, ഇവൻ നരകിച്ചു, അവിടെ സ്വർഗത്തിൽ. നരയിക്കാത്തവൻ എവിടെ കിടക്കുന്നു? അതുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ പ്രയാസപ്പെടുന്നവരിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ സാരമില്ല, അങ്ങ് എന്ന് പ്രയാസപ്പെടേണ്ട. അതുകൊണ്ട് ഇന്നോട്ട് സന്തോഷത്തോടെ അങ്ങ് സ്വീകരിച്ചോണം. സന്തോഷത്തോടെ. ആ സന്തോഷം ഒരാറ്റിറ്റ്യൂഡിന് ചേഞ്ച് ഉണ്ടായാൽ മതി. പാവയ്ക്കായുടെ കയ്പൊരിക്കലും മാറ്റാനൊക്കത്തില്ല. നമുക്ക് പാവയ്ക്കായോടുള്ള കയ്പ് മാറ്റിയാൽ മതി. ഡയബറ്റീസ് വരുന്നുണ്ട്, നമുക്ക് സന്തോഷമായിട്ട് തരും. അപ്പം വി കൻ നെവർ ചേഞ്ച് അവർ ആറ്റിറ്റ്യൂഡ്. അല്ല, വി കനോട്ട് ചേഞ്ച് അവർ എൻവയൺമെന്റ്സ്, ബട്ട് വി ക്യാൻ ചേഞ്ച് അവർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് എൻവയൺമെന്റ്. പാവയ്ക്ക ഇന്നലെ എന്നും കയ്പൻ തന്നെ, പക്ഷെ എനിക്ക് ഡയബറ്റീസ് വന്നപ്പോൾ അത് ഇഷ്ടപ്പെട്ടു. അതുപോലെ ജീവിതത്തിൽ കഷ്ടതകളും പ്രയാസങ്ങളും നമ്മുടെ നന്മയ്ക്കും വിശുദ്ധിക്കും ഒക്കെ നല്ലതാണെന്ന് ബോധ്യമാകുമ്പോൾ നമുക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യാൻ സാധിക്കും. അതിൽ വിശ്വാസത്തിൽ നിലനിൽക്കണം. വിശ്വാസിക്കുണ്ടാകുന്ന 4 അനുഭവങ്ങൾ കൂടെ പറയാം. നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ ദി ഇഫക്ട്സ് ഓഫ് ഫെയ്ത്ത്. 1, ഫ്രീഡം ഫ്രം ദ പവർ ഓഫ് ഡെവിൾ. സാത്താൻ്റെ പിടിയിൽ നിന്നും ശക്തിയിൽ നിന്നും വിടുതൽ കിട്ടും. പിന്നെ അവർക്ക് കള്ളം പറയാനൊക്കത്തില്ല, അസൂയപ്പെടാനൊക്കത്തില്ല, വാശി വെക്കാനൊക്കത്തില്ല. ഇന്ന് നമ്മൾ കാണുന്ന തിന്മകളുടെ ഒന്നും നമ്മളെ ലേശത്തില്ല. ഇതൊക്കെ നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഇന്നും വിശ്വാസത്തിൻ്റെ പാതയിൽ ആയിട്ട്. ഫ്രീഡം ഫ്രം ദ പവർ ഓഫ് ഡെവിൾ. തിന്മയുടെ പിടിയിൽ നിന്ന്, സാത്താൻ്റെ ശക്തിയിൽ നിന്നുള്ള പൂർണ്ണമായ വിടുതലാണ്. മരിക്കേണ്ടി വന്നാലും കള്ളം പറയത്തില്ല, ശിക്ഷ അനുഭവിക്കേണ്ടി വന്നാലും ഞാൻ പറയത്തില്ല. ഇപ്പം നമ്മുടെ നിലവാരത്തിൽ പലപ്പോഴും അതല്ലല്ലോ ഞാൻ ഉൾപ്പെടെ. അപ്പോൾ ഇനിയും പൂർണ്ണമായി വളരാൻ. അതുകൊണ്ടാണ് ഭക്തന്മാർ പാടിയത്, ജീവിതമിന്നും ശരിയായിട്ടില്ലയോ, ജീവിപ്പിക്കും കർത്തനെ വന്നോ, ജീവനും ശക്തിയും. അതുകൊണ്ടാണ് നാം എന്ന് ശിക്ഷിക്കപ്പെടേണ്ടവരാണ്, ദൈവത്താൽ ശിക്ഷിക്കപ്പെടേണ്ട. ദൈവത്തിന് അരിശമുണ്ട് എപ്പോഴും. പാപമെന്ന കുറ്റത്തിന് ഒരു നാഴിക പോലും ഒഴിഞ്ഞിരിക്കാതെ. അതുകൊണ്ട് പിതാക്കന്മാരെ പഠിപ്പിച്ച് ശിക്ഷിച്ചോ. പക്ഷെങ്കിൽ അലിവോട് ശിക്ഷിച്ച അച്ചോ എങ്ങനെ കൊട്ടാനൊക്കും, എങ്ങനെ ഓർഗൻ വായിക്കാനൊക്കും? അലിവോട് ശിക്ഷിച്ചാടിയാരെ ആരിശം നീ കേൾക്കണമേ. എപ്പോഴും ശിക്ഷിക്കപ്പെടേണ്ടവരെ നമ്മളെ. അതിന് രക്ഷിക്കുവാൻ കർത്താവ് വന്നെങ്കിൽ അനുതാപത്തോടെ ഇരിക്കണം, ഭയത്തോടും വിറയലോടും സൂക്ഷിക്കണം. ആകയാൽ ഫ്രീഡം ഫ്രം ദ പവർ ഓഫ് ഡെവിൾ. കോപിക്കാനോ അസൂയപ്പെടാനോ വാശിയോ വൈരാഗ്യം ഒന്നും വരത്തില്ല. അതുകൊണ്ടാണ് പിതാക്കന്മാർ പാടിത്തന്നത്, ആത്മശരീരങ്ങളെ നാശം. കൂടെ പാടണ്ട ആരും. ആത്മശരീരങ്ങളെ നാശം ചെയ്യുമസൂയാദോഷമതും വാശിയു മറ്റൊരു നിർമ്മലമാം ചിത്തമെനിക്ക് കീടണമേ. പെണ്ണുങ്ങൾ കുടിക്കത്തില്ല, വലിക്കത്തില്ല, പക്ഷേ ആശയുണ്ട്, വാശിയുണ്ട്, വൈരാഗ്യമൊക്കെ ഉണ്ട്. അതൊക്കെ വന്നാൽ പറ്റത്തില്ല. ഇതെല്ലാം. സോ ഫ്രീഡം ഫ്രം ദ പവർ ഓഫ് ഡെവിൾ. തിന്മയുടെ ശക്തിയിൽ നിന്നും സാത്താൻ്റെ പിടിയിൽ നിന്നും വഴുതി രക്ഷപ്പെടും. രണ്ടാമത് ഗ്രോത്ത് ആൻഡ് പെർഫെക്ഷൻ വെർച്യൂസ്. സുഹൃതങ്ങളിൽ വളർച്ചയും പൂർണ്ണതയും ഉണ്ടാകും. സുഹൃതങ്ങളിൽ വിശുദ്ധ മത്തായി 5:48 പറയുന്നുണ്ട്, കർത്താവ് നീ സ്വർഗസ്ഥനായ പിതാവ്, നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണ്ണനായിരിക്കുമെന്ന് നിങ്ങളും
വിശ്വാസി സൽഗുണപൂർണ്ണതയിൽ വളരുന്നവനിക്കും. ആറ്റരികത്ത് നട്ടിരിക്കുന്ന തക്ക കാലത്ത് ഫലം. ഇപ്പോൾ തന്നെ വൃക്ഷത്തിൻ്റെ ചുവടിന് കോടാലി വെച്ചിരിക്കുന്നു, ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി. ആ ഫലമാണ് എനിക്ക് വിശന്നു, എനിക്ക് ദാഹിച്ചു, എനിക്ക് വസ്ത്രം, ഞാൻ രോഗിയായി, ഞാൻ തടവിലായിരുന്നു. ഈ പാവപ്പെട്ട ആഹാരം, വസ്ത്രം ഇതൊക്കെ കൊടുക്കാൻ സാധിക്കണം. അതുകൊണ്ടാണ് അല്ലയോ ധനവാന്മാരെ, നിങ്ങളുടെ മേൽ വരുന്ന ദുരിതമോർത്ത് കരയാൻ പറഞ്ഞെടുത്ത് എങ്ങനെ കൊട്ടാനൊക്കെ വെച്ചാ, എങ്ങനെ കൈയടിക്കാനൊക്കും? ബൈബിളിൽ പറയുന്ന അല്ലയോ ധനവാന്മാരെ. ധനവാൻ പറഞ്ഞ പണമുള്ളവർ മാത്രമല്ല, ധനത്തിന് ആഗ്രഹമുള്ളവരും കൂടാണ്. ദ്രവ്യമുള്ളവരെല്ലാം ധനവാനായിരിക്കത്തില്ല. അതിന് അറ്റാച്ച്മെൻ്റ് ഉണ്ടായത്. കർത്താവിനെ അടക്കാൻ നേരത്ത് 100 റാത്തൽ വില കൂടിയത് കൊടുക്കാൻ അവർക്ക് സാധിച്ച് ധനമുള്ളതുകൊണ്ടാണ്. ഈ പള്ളി ഇങ്ങനെ പണിയാൻ സാധിച്ച് ധനമുള്ളതുകൊണ്ടാണ്. ഇത് പൂഴ്ത്തി വെക്കരുന്നേ പറഞ്ഞുള്ളൂ. നമ്മുടെ കർത്താവിൻ്റെ അടുക്കൽ ശിഷ്യന്മാർ റെക്കമെൻഡ് ചെയ്തു, ഇവൻ ആവശ്യപ്പെടുന്നത് നീ ചെയ്യുവാൻ ബാധ്യസ്ഥനാണ്. കാരണം ഇവൻ നമ്മുടെ ജനത്തെ സ്നേഹിച്ചു. നമ്മുടെ ജനങ്ങൾക്കൊരു പള്ളി ചെല്ലു പറഞ്ഞ് പള്ളിക്ക് പണം കൊടുക്കരുത്, പാവങ്ങ് കൊടുത്താൽ മതി. അതല്ലേ യൂദായുടെ അനുഗാമികൾ. എന്താ ഈ വെറും ചെലവ് എന്തിന്? 300 വെള്ളിക്കാശിന് വിട്ട് പാവങ്ങൾക്ക്. അതുകൊണ്ട് പള്ളി ഭംഗിയായിരിക്കണം, യാതൊരു സംശയമില്ല. അത് ആവശ്യമില്ലാതെ ഈ വെറുതെ ചൊരുത്താത്ത പശുവിനെ കറക്കാൻ പോകരുത്. മോശയോട് പറഞ്ഞു, സന്മനസ്സോടെ കൊടുക്കാവുന്നവരുടെ മാത്രം വാങ്ങിയാൽ മതി. എന്നോട് സ്ത്രീ പറഞ്ഞു, ഞങ്ങളുടെ പള്ളിയിലെ അച്ഛൻ ഞങ്ങളെ അങ്ങ് കറന്നിട്ടിരിക്കുക. ഞാൻ പറഞ്ഞു, വിഷമിക്കേണ്ട, അകിടി പാലുണ്ടെങ്കിലേ കറക്കാൻ ഉണ്ട്. പണ്ടൊരു പാവപ്പെട്ട സ്ത്രീ പറഞ്ഞു, 3 ദിവസം കഴിഞ്ഞ് മോളെ കാണാൻ ചെറുക്കം വരും, അപ്പോഴത്തെ പാല് മേടിക്കാനൊക്കത്തില്ല, അത് 3 ദിവസം കറക്കണ്ട. 3-ാം ദിവസം കറന്ന പാലല്ല അകിടി, പിന്നെന്താ? നീരും ചോരയുമാണ്. അതുകൊണ്ട് കറക്കണ്ട, വെച്ചോണ്ടിരുന്നു. എടുക്കരുത് ആരും പണം. ആര് ചോദിച്ചാലും ഇല്ലല്ലോ. ശരിയാ, ഫിക്സഡ് ഡെപ്പോസിറ്റ്. എന്താ എവിടെ വെച്ചിരിക്കുന്നു? നെഞ്ചുവേദന വരുമ്പോൾ ഇത് ഇളകുന്നുണ്ടല്ലോ, സ്ട്രോക്ക് വരുമ്പോൾ ഇളകുന്നുണ്ടല്ലോ, കാർഡിയാക്ക് അറസ്റ്റ് വരുമ്പോൾ ഇളകുന്നുണ്ടല്ലോ. അന്നേരം എന്താ ഫിക്സഡ് ആകാത്തത്? അതുകൊണ്ട് ജീവിതം നന്നാകണം, നല്ല ഫലം കായ്ക്കണം, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. ഞങ്ങൾ എന്ത് ചെയ്യണം? 2 വസ്ത്രമുള്ളവൻ ഇല്ലാത്തവന് കൊടുക്കണം, ആഹാര സാധനങ്ങൾ. അങ്ങനെ ദ്രവ്യാഗ്രഹം നിങ്ങൾ എന്ത് ചെയ്യണം? പറഞ്ഞതിൽ കൂടെ ഒന്നും പിരിക്കരുത്. ഒരുപാട് പേർക്ക് സംശയം, ഈ തിരുമേനിയുടെ പിന്നെ ഗുരുവായ മാത്യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് പണം മേടിച്ചിട്ടുണ്ടല്ലോ പലിശയ്ക്ക്. ശരിയാ, അദ്ദേഹം ഒരു പൈസ ഭക്ഷണത്തിനും അതെല്ലാം തൻ്റെ മക്കൾക്ക് വേണ്ടിയാണ്. അദ്ദേഹം വേദപുസ്തകം മുഴുവൻ പഠിച്ച ആളാണ്. എന്താ സെമിനാരി പകുതിയെ പഠിപ്പിക്കുന്നുള്ളൂ, മുഴുവൻ പഠിച്ചാണ്. ദുഷ്ടമനുഷ്യ, നിന്റെ 1 വെള്ളിക്കാശ് നീ എന്തിനു കുഴിച്ചിട്ടു? അത് പലിശക്കാരുടെ മേശമേൽ കൊണ്ട് എറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പലിശയോട് വാങ്ങുമായിരുന്നല്ലോ. മനസ്സിലായോ? അദ്ദേഹം ഒന്നും മേളോട്ട് കൊണ്ടുപോയിട്ടില്ല. അദ്ദേഹം ഭിക്ഷാടനം ചെയ്ത് ജീവിച്ച ആളാണ്. മണിക്ക് നമസ്കാരമെങ്കിൽ ഇന്ന് അനുവദിച്ചിട്ടുണ്ട്. 12 വരെ പോകാനായിട്ട് പെട്ടെന്ന് നിർത്തിയേക്കാം. നിങ്ങളിവിടെ അടുത്തുനിന്ന് വന്നാൽ, ഞാൻ പെരുമ്പോറിൽ നിന്ന് വന്നാൽ ഇന്ന് തിരിച്ച് പെരുമ്പോറിൽ പോകുകയും വേണം. അപ്പോൾ ഒന്ന് തീർത്തേക്കാം. അപ്പം ഭിക്ഷാടനം ചെയ്ത് ജീവിച്ച പിതാക്കന്മാരൊക്കെ അവർക്ക് മക്കളില്ല, ഭാര്യയില്ല. അത് സമൂഹത്തിൽ പൈപ്പിൽ കൂടെ വെള്ളം ഒഴുകുമെങ്കിലും പൈപ്പ് വെള്ളം കുടിക്കുകയില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം മകനായ ഞാന് മറ്റൊരു പോളിസി എടുത്തത്. അദ്ദേഹം പണം കൈകൊണ്ട് തൊട്ടിട്ടില്ല, പണം വാങ്ങരുത് പഠിപ്പിച്ചതാണ്. ഞങ്ങൾ അങ്ങനെയാണ്. അതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കരുത്. അദ്ദേഹം സ്വർഗത്തിൽ നിന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്നുണ്ട്. അദ്ദേഹം എന്തത്ര സ്ഥാപനങ്ങൾ പേരുദോഷമുണ്ടായി, പട്ടിണി കടന്നു, ബുദ്ധിമുട്ടുകൾ സഹിച്ചു. അതുകൊണ്ട് പള്ളിയും പണിയണം, പാവപ്പെട്ടവരെ സഹായിക്കുകയും ചെയ്യണം. നമ്മൾ ചത്തുപോകുമ്പോൾ പാസ്ബുക്കിൽ ഇട്ടിട്ട് കാര്യമില്ല. ഇവിടെ ഒരു വീട്ടിൽ ഒരമ്മ മരിച്ചു. അവിടെ ഒരു വശത്ത് മോർച്ചറി വെക്കുന്ന കാര്യം, അക്കൂട്ടത്തിൽ മൂത്ത മോളി ഒന്ന് മാല പൊട്ടിച്ചു. അപ്പം മറ്റേ മക്കളിൽ നിന്ന് അത് വീണ്ടും
പൊട്ടിച്ചു. അതുകൊണ്ട് കോട്ടയത്തൊരു അമ്മച്ചി ചാകുന്നതിന് മുമ്പ് തന്നെ ഈ മാല പൊട്ടിച്ച് നേരത്തെ തന്നെ പൊട്ടിച്ച് പലർക്ക് കൊടുത്തു. അതുകൊണ്ട് ചാകുന്നതിന് മുമ്പേ മാലയൊക്കെ ഊരി കൊടുക്കേണ്ടവർക്ക് കൊടുത്തേക്കണം. നിനക്കുള്ളത് വിറ്റ് അപ്പോൾ സ്വർഗത്തിൽ, നമ്മുടെ നിക്ഷേപം സ്വർഗത്തിലാണ്, പിന്നെ അവിടെ കയറ്റാതിരിക്കാനൊക്കത്തില്ല. ഞാനിതാ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ, ഹോളല്ല അവിടെ, നമ്മുടെ നിക്ഷേപം ഒരുപാടുണ്ട്, അതിന് പറ്റിയ സ്ഥലം വേണം നമുക്ക് തരാനായിട്ട്. ആകയാൽ വിശ്വാസത്തിൽ വരുമ്പോൾ പാപത്തിന് ഫ്രീഡം ഫ്രം ദ പവർ ഓഫ് ഡെവിൾ. രണ്ടാമത് ഗ്രോത്ത് ആൻഡ് മെച്യൂരിറ്റി ഇൻ വെർച്യു. 3 പ്രോഗ്രസ് ടുവേർഡ്സ് പെർഫെക്ഷൻ, പൂർണ്ണതയിലേക്കുള്ള വളർച്ച, പ്രോഗ്രസ് ടുവേർഡ്സ് പെർഫെക്ഷൻ. 4 യൂണിയൻ വിത്ത് ഗോഡ്, ദൈവമായിട്ടുള്ള ചേർച്ച. നിന്നോടൻ ദൈവമേ ഞാൻ ചേരണമെങ്കിൽ ചിരിച്ചാൽ പറ്റത്തില്ല, കരയണം. ഉരുകെന്നടിയാർ നിന്നോടു യോജിച്ചതുപോൽ, ഉരുകെന്നടിയാർ നിൻ. ഉരുകണം, വെൽഡ് ചെയ്യുന്ന പോലെ ഉരുകണം. ഹൃദയം നുറുങ്ങുന്നവർക്ക് യഹോവ. അപ്പം ധ്യാനത്തിലൊക്കെ ഇരുന്ന തീ വരെ കത്തണം. നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കും. ദുഷ്ടൻ എൻ്റെ മുൻപിലിരിക്കുമ്പോൾ ഞാൻ ഉരിയാടാതെ ഊമനായിരുന്നു, നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു. എൻ്റെ ഉള്ളിൽ സങ്കടം പൊങ്ങി വന്നു. എന്താ സങ്കടം? ഈ പോട്ടയിലൊക്കെ നടന്നേ ധ്യാനമേളയ്ക്ക് പോകരുത്, അവിടെ സങ്കടമൊന്നുമില്ല. സങ്കടമുണ്ട്, കരയാനൊക്കത്തില്ല, അലറാനൊക്കത്തില്ല, കൂവാനൊക്കത്തില്ല. എൻ്റെ ഉള്ളിൽ സങ്കടം പൊങ്ങി വന്നു, ഹൃദയത്തിന് ചൂട് പിടിച്ചു, ധ്യാനത്തിങ്കൽ തീ കത്തി. അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. ഉള്ളിലാണ് സംസാരം. അതുകൊണ്ട് വിശ്വാസത്തിൽ വളരുമ്പോൾ ഫ്രീഡം ഫ്രം ദ പവർ ഓഫ് ഡെവിൾ. 2 ഗ്രോത്ത് ആൻഡ് മെച്യൂരിറ്റി ഇൻ വെർച്യു. 3 പ്രോഗ്രസ് ടുവേർഡ്സ് പെർഫെക്ഷൻ. 4 യൂണിയൻ വിത്ത് ദൈവമായിട്ട് അങ്ങ് ചേരും. യേശുക്രിസ്തു പിതാവേ ഞാനും നീയും ഒന്നായിരിക്കുന്ന പോലെ ഇവരെല്ലാവരും നമ്മിൽ ഒന്നായിരിക്കണം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിക്കണമെങ്കിൽ ഈ കരിക്കട്ട മണ്ണിനടിയിൽ കിടന്ന് ആയിരക്കണക്കിന് വർഷം കഴിയുമ്പോൾ ഇത് പൊടിഞ്ഞു പോകാതെ അതിജീവിക്കുന്ന കരിക്കട്ടയാണ് ഡയമണ്ടായി മാറുന്നത്. വെട്ടം കണ്ടിട്ടില്ല, പ്രഷർ ഹീറ്റുമാണ്. അതിനെ അതിജീവിച്ചു വന്നപ്പോൾ പ്രകാശം ഏറ്റവും കൂടുതൽ കടത്തുന്ന ഡയമണ്ടായി മാറുന്നു. ഈ കരിക്കട്ടയാണ് ഡയമണ്ട്. സാധാരണ മനുഷ്യനാണ് പരിശുദ്ധന്മാരായി വരുന്നത്. നമ്മൾ പരിശുദ്ധന്മാരാണെന്ന് സാധാരണ, അവർ കഷ്ടതയിൽ കൂടെ കടന്നുപോയവരാണ്. അവരെയാണ് സിദ്ധന്മാരെന്ന് വിളിക്കുന്നത്. കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുസിദ്ധതയെയും, സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്ന ഞാൻ കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നു. നമുക്ക് പ്രശംസിക്കാനുള്ളത് എന്താണ്? കഷ്ടതയാണ്. ആകയാൽ വിശ്വാസത്തിൽ നിലനിൽക്കണം. ആരെന്ത് പറഞ്ഞാലും വിശ്വാസത്തിൽ കുലുങ്ങുക. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു പ്രത്യേക സ്ഥിരതയാണ്. എന്താ? നിങ്ങൾ എന്ത് കാണുവാൻ മരുഭൂമിയിലേക്ക് പോയി കാറ്റിനാൽ ഉലയുന്ന എന്താണ്? മാർദ്ദവസ് അല്ല, പരുക്കൻ തോല് ധരിച്ച കാട്ടുതേനും കാട്ടുകിഴങ്ങും കഴിച്ച് ജീവിക്കുന്നൊരു പ്രവാചകൻ യോഹന്നാൻ മബ്ദാനാണ്. ഒരുപാട് പഠിപ്പിക്കാനുണ്ട്. നിർത്തുന്നു. വിശ്വാസത്തിന്റെ കാര്യം. വിശ്വാസത്തിൽ നിലനിൽക്കണം. സ്തുതി ചൊവ്വാകപ്പെട്ട വിശ്വാസം. ഇവിടെ കറങ്ങി നടക്കുന്ന അലവലാദികൾ ഉണ്ടെങ്കിൽ നിർത്തിയേക്കണം. ഞാൻ ആ വാക്കേ പറയത്തുള്ളൂ. കൂത്തിപ്പെട്ടി കറങ്ങി നടക്കും. നല്ല പട്ടിയുണ്ടെങ്കിൽ കൂടിനകത്ത് അഴിച്ചു വിട്ടാൽ പോലെയൊന്നും പോകത്തില്ല. തിരുവനന്തപുരം തൊട്ടൊരു കൂട്ട് ജാതിയുണ്ട്. തിരുവനന്തപുരം ശാന്തം, ആനമുക്കമ്മണി, പുതുവേല ആലീസ്, കൊളക്കട കുഞ്ഞമ്മ, പന്തളം പാപ്പച്ചൻ, ആറാട്ടുപുഴ അച്ചൻകുഞ്ഞ, കഞ്ഞിക്കുഴി പിന്നെ തോമാച്ചൻ, കുട്ടമ്പേരു ബാബു, ഇങ്ങനെ അങ്ങ് പോകുന്നു. എറണാകുളം വിക്ടർ, ദുബായ് വിജയന്. ഇതിൻ്റെ പുറകെ ഈ അച്ഛന്മാരെ കഷ്ടപ്പെടുന്നത് എന്തിനാ? ഏറ്റവും വലിയ അത്ഭുതമാണ് കർത്താവ് അവസാനം കാണിച്ചത്. ഒരപ്പം എടുത്തു വാഴ്ത്തി, ഇതെന്റെ ശരീരം. ഈ അത്ഭുതം ചെയ്യുവാൻ ഏർപ്പെട്ടപ്പെട്ടിരിക്കുന്നതാണ്. പട്ടക്കാരോട് ഷമ്മാശന്മാർ ഏർപ്പാടാക്കി കർത്താവ് വരെ ഭൂമിയെ തിങ്കൽ. അത് കാണിക്കുന്ന അത്ഭുതം ആർക്കും വേണ്ട. ഈ അത്ഭുതം അനുഭവിക്കാൻ സാധിക്കട്ടെ. വിശുദ്ധ കുർബാനയേക്കാൾ വലിയ അത്ഭുതമില്ല. ഈ അത്ഭുതത്തിൽ പങ്കുചേരുവാൻ ദൈവം തമ്പുരാൻ നമ്മെ വിളിക്കുന്നു. സാത്താൻ അത് നമ്മളെ പിന്നാറ്റുകയാണ്. വിശ്വാസത്തിന്റെ ഭാഗം നിൽക്കണം. അനേക കഷ്ടങ്ങളോടെ ദൈവത്തിന്റെ രാജ്യത്ത് കടക്കണം. കഷ്ടത എന്ന് പറയുന്നത് ശാപമല്ല, അനുഗ്രഹമാണ്, ദൈവത്തിന്റെ ദാനമാണ് കഷ്ടത. ഫിലിപ്പിയർ 1:29 വായിക്കുന്നുണ്ട്. വിശ്വസിപ്പാൻ മാത്രമല്ല, അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാൻ നിങ്ങൾക്ക്. എന്നിട്ടാണ് പറയുന്നത്, കഷ്ടതകൾ ദൈവമേ മനസ്സിലാക്കിയാന്നാ പാടുന്നത്.
ക്രിസ്ത്യാനിയുടെ അവകാശം എന്താണ്? കഷ്ടത. ഈ കഷ്ടതയാണ്. കഷ്ടമില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് എവിടെ പോകാനൊക്കത്തില്ല? സ്വർഗരാജ്യത്തിൽ. അതുകൊണ്ട് കഷ്ടതയെ സ്വാഗതം ചെയ്തോണം. ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, അവന് വേണ്ടി കഷ്ടം അനുഭവിക്കുവാൻ നിങ്ങൾക്ക് എന്തോ ഒരു പാട്ട, കൃപകളും വരങ്ങളും ചൊരിഞ്ഞിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. ഓ, പരിശുദ്ധാത്മാവ് നിറഞ്ഞെന്നാ പറയുന്നത്. കഷ്ടം വരുമ്പോ ഇങ്ങൊന്നും പാടാനൊക്കത്തില്ല. വേറൊട്ട് പാടുന്നു, ഞെരുക്കത്തിനപ്പം ഞാൻ തിന്നെന്നാലും കഷ്ടത്തിൻ കണ്ണുനീർ കുടിച്ച്. അങ്ങനെ പാടാനൊക്കുവോ? കഷ്ടം വരും. അതുകൊണ്ട് പിതാക്കന്മാര് പഠിപ്പിച്ചു വന്നു, മര്യാദയ്ക്ക് പാടുക. രാജ്യത്തിൻ വാതിൽ ചെറിയതുമാർഗം വീതി കുറഞ്ഞതുമാ. സമയം പോകുന്നു, സമയം വന്നു, പോകുന്ന വഴിക്ക് പാടിക്കൂ. രണ്ട് വഴിയാണ് ഇവിടെ ഉള്ളത്, ജീവന്റെ വഴിയും വേദപുസ്തകമാണ് നമ്മുടെ ആരാധന ചൊല്ലുന്നത്. ജീവകരം മൃതികരമെന്നേവം കണ്ടൊരു സരണികൾ സഹദേന്മാർ നൂതനമാം. നമ്മുടെ സഭയിൽ ഊപ്പ് പിള്ളേർക്ക് അറിയാവുന്നതിൻ്റെ അത്രയും വാക്ക് ഒരു പാസ്റ്റർക്ക് അറിയത്തില്ല. പക്ഷെ ഇതൊന്നും വാക്യമാണെന്ന് നമുക്ക്. ചകിരി എവിടുന്ന് കിട്ടി? ഈ ആരുടെ തെങ്ങയെന്ന? ആരുടെ തെങ്ങയെന്നു പറയാമോ? അത്രയും വേണ്ട, ഇത് ചകിരിയാന്നറിഞ്ഞാൽ മതി. അതുകൊണ്ട് വാക്യമൊന്നും പറയാൻ പറ്റില്ല, ഇത് വേദപുസ്തകം അറിഞ്ഞാൽ മതി. പിന്നെ അതിൽ കൂടെ പഠിക്കണമെങ്കിൽ ജീവിതം മുഴുവനായിട്ട് മാറ്റി വെക്കണം, ഇരുന്ന് പഠിക്കണം, നല്ലപോലെ പഠിക്കണം. അങ്ങനെ പിള്ളേരെ പഠിക്കണമെങ്കിൽ ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ അമ്മ വാക്യങ്ങൾ ഉരുവിടണം. ഈ വിശ്വാസം നിന്റെ വല്യമ്മയിലും നിന്റെ അമ്മയിലും ഉണ്ട്, നിന്നിലുമുണ്ട്. അപ്പൊ സിനിമ കണ്ടാൽ പിള്ളേർ വാക്യം പഠിക്കത്തില്ല. തലമുറ നഷ്ടപ്പെടാതിരിക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ വളർത്തിയില്ലെങ്കിൽ നശിച്ചു പോകും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ്, എന്നെ ചൊല്ലി നിങ്ങൾ കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയണം. അതുകൊണ്ട് നൊന്ത് പ്രസവിക്കണം, അപ്പം കരയുകയും ചെയ്യണം. ഇപ്പം പിള്ളേർ കരയുന്നുണ്ട്, തള്ള കരയുന്നില്ല, മയക്ക് കിടക്കുകയല്ലേ. വേദനയോട് നൊന്ത് പ്രസവിക്കണം. പെറ്റു വളർത്തിയത് പോറ്റി വളർത്താൻ സാധിക്കണം. ആകയാൽ കഷ്ടതകൾ ദൈവം തരുന്ന അവകാശമാണ്. യേശുക്രിസ്തു കൽപ്പിച്ചു, യോഹന്നാൻ 16 അവസാനമുണ്ട്, നിങ്ങൾക്ക് ലോകത്ത് കഷ്ടതയുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ കഷ്ടത. ക്രിസ്ത്യാനിയുടെ അവകാശമാണ് കഷ്ടത. എന്താ പഠിത്? കഷ്ടതകൾ ദൈവന്റെ അവകാശം തന്നെയല്ലോ. വിശ്വസിപ്പാൻ മാത്രമല്ല, തങ്ക കഷ്ടതകൾ. എന്താണ് ഈ കഷ്ടതയ്ക്ക് ഇട്ടേക്കുന്നത്? ചെമ്പ് കഷ്ടതയല്ല, പിച്ചള കഷ്ടതയല്ല, പൊന്ന് കഷ്ടതയല്ല, പിന്നെ തങ്ക കഷ്ടതകൾ വഹിക്കുവാൻ സാധനം. ഈ കഷ്ടതയെക്കുറിച്ച് പറയുമ്പോൾ വലിയ അനുഗ്രഹമാണ്. 119 സങ്കീർത്തനം 67, 71 വാക്യങ്ങൾ വായിക്കുമ്പോൾ പറയുന്നുണ്ട്, നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം കഷ്ടതയിലായതെനിക്ക്. ഇത് വായിച്ചുകൊണ്ടിടന്നാ പറ്റുമോ? കഷ്ടത ഗുണമാണ്. നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം കഷ്ടതയിലായതെനിക്ക് ഗുണമാണ്. പിന്നെ അവിടെ തന്നെ പറയുന്നുണ്ടല്ലോ, എന്താണ് കഷ്ടതയുടെ പാത? കഷ്ടതയിലാകുന്നതിന് മുൻപേ ഞാൻ തെറ്റിപ്പോയി, ഇപ്പോഴോ നിന്റെ വചനങ്ങളെ. അതുകൊണ്ട് കഷ്ടവും നഷ്ടവും. ഒരു പവൻ വേണമെങ്കിൽ ഒരു 15,000 രൂപ ഉണ്ട്, അത് കഷ്ടപ്പെട്ടുണ്ടാക്കണം. കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ പണം മുഴുവൻ മനസ്സോടെ നഷ്ടപ്പെടുമ്പോഴേ കൈവശം എന്ത് കിട്ടൂ? അങ്ങനെയാണ് ദൈവരാജ്യവും നിത്യജീവനും അവകാശപ്പെടണമെങ്കിൽ ഒരുപാട് കഷ്ടവും നഷ്ടവും. അതുകൊണ്ടാണ് ഭക്തൻ പാടിയത്, കഷ്ടനഷ്ടമേറെ വന്നാൽ ഭാഗ്യവാന തേരുന്നു ഞാൻ, കഷ്ടമേറ്റ കർത്താവോടു. അതുകൊണ്ട് എബ്രായലേഖനം 12:3 വാക്യം വായിച്ചോണം. നിങ്ങളുടെ ഉള്ളിൽ മടുത്തു പോകാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവിൻ. ആരെയാണ് ധ്യാനിക്കേണ്ടത്? 5 അപ്പം കൊണ്ട് അനേകം പേരെ പോഷിപ്പിച്ചവനെ അല്ല, മരിച്ചൊരു ഉയർപ്പിച്ച്, അതൊക്കെ നടന്നുകൊള്ളും. പക്ഷെ ധ്യാനിക്കുവാൻ വേദപുസ്തകം പറഞ്ഞു, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുത്തു പോകാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ
ധ്യാനിച്ചുകൊള്ളുവീൻ. തലയിൽ മുൾക്കിരീടം, മുഖത്ത് തുപ്പല്, ചെകിട്ടത്തടി, മുതുകത്ത് ചാട്ടവാറ്, വിലാപ്പുറത്തുകൊണ്ട് കുന്നം, പരിഹാസത്തിന്റെ മേലെഴുത്ത്, പരിഹാസിന്റെ വസ്ത്രം, ചെങ്കോല്, കയ്പുനീര്, ഇതെല്ലാം സഹിച്ച, ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവീൻ. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചും അടുത്തു പോകാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം, എങ്ങനെയാ? ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവീൻ. ഇങ്ങനെയുള്ള ഒരു കാര്യം കൂടെ, എമ്മാവൂസിലെ ശിഷ്യന്മാർ നടന്നുപോയി, കർത്താവ് കൂടെ ചേർന്നു. അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ ഘട്ടം അനുഭവിച്ചിട്ട് തന്നെ മഹത്വത്തിൽ കടന്നില്ല. അതുകൊണ്ട് ഓർത്തഡോക്സ് ഇവിടെ പിതാക്കന്മാരെ നമ്മെ പഠിപ്പിച്ചു, ദുഃഖവെള്ളിയാഴ്ച കുരിശിനെ ധ്യാനിക്കുമ്പോൾ ഇതാണ് ധ്യാനിക്കുന്നത്. എന്താ ധ്യാനിക്കുന്നത്? സ്ലേബായും പീഡകളും പേറെ മുള്ളിൻ മുടി കയ്യേറ്റോനെ ദേവാ ജയദേടൻ. എത്ര ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കുന്ന പള്ളിയിലും ദുഃഖവെള്ളിയാഴ്ച എന്തില്ല? അതായിരിക്കണം നമ്മുടെ ആരാധനാ ശൈലി. അപ്പം ചോദിച്ചു, മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ആയപ്പാട് പോയി. അത് ആ പാട്ട് വേറെ ആർക്കും അറിയത്തില്ല, ശാന്തമായിട്ട് MP ഓർച്ച് നയിച്ചതാ. യേശുദാസൻ പോലും പിന്നണി ഗായകനാണ്. മദ്ബഹായി ചൊല്ലുന്നതിന്റെ ബാക്കി വേണം, മാലാഖ ചൊല്ലിയതിന്റെ ബാക്കി വേണം, താഴെ ചൊല്ലിയതിന്റെ ബാക്കിയല്ല മാലാഖ ചൊല്ലേണ്ടത്. ഇതെല്ലാം പ്രൊട്ടസ്റ്റന്റ് രീതിയിൽ പോകുന്നു, തിരിച്ചു വരണം. ആയാൽ കഷ്ടതയുടെ പ്രാധാന്യം മനസ്സിലാക്കണം. കഷ്ടത ജീവിതത്തെ ശക്തിപ്പെടുത്തുന്നതാണെന്ന് തിരുമേനി പ്രസംഗത്തിൽ ഓർപ്പിച്ചു. കഷ്ടതയെക്കുറിച്ച് 2-3 വാക്യം കൂടെ പറഞ്ഞിട്ട് സ്വർഗത്തിലേക്കുള്ള വഴിയാണെന്ന് പറഞ്ഞു. അപ്പോസ്തലർ 14:22 ഇങ്ങനെ കഷ്ടം അനുഭവിക്കുകയും വിശ്വാസം അനേക കഷ്ടങ്ങളുടെ ദൈവരാജ്യത്തിൽ. അപ്പം നേരെ വെളിപാട് 7-ാം അധ്യായം എടുക്കണം. ഇങ്ങനെ അനേക കഷ്ടങ്ങളുടെ ദൈവരാജ്യത്തിൽ. വെളിപാട് 7-നകത്ത് ഒരു ഭാഗം വെള്ള വസ്ത്രം ധരിച്ചിരുന്ന അവിടെ പിന്നെ ദൈവത്തെ ഇവരെവിടെ നിന്ന് വന്നു എന്ന് ചോദിക്കുന്നുണ്ട്. ഇവരെവിടെ നിന്ന് വന്നു? ഇവർ ഭൂമിയിലെ മഹാകഷ്ടത്തിൽ നിന്ന് വന്നു. കുഞ്ഞാടിന്റെ രക്തത്തിൽ അങ്കി വെളുപ്പിച്ച്, രക്തത്തിൽ മുക്കിയാൽ അങ്കി വെളുക്കത്തില്ല, ചുമക്കത്തേ ഉള്ളൂ. ഇതെന്താണ്? കൗദാശിക രഹസ്യങ്ങൾ കർത്താവേശു മിശിഹായുടെ തിരിച്ച രക്തങ്ങളിൽ വിശുദ്ധിയോടെ പങ്കുചേർന്ന് നീതിക്ക് വേണ്ടി പീഡിപ്പിക്കപ്പെട്ടവരാണ്. Blessed are those who are persecuted for righteousness, for theirs is the kingdom of God. നീതിക്ക് വേണ്ടി പീഡിപ്പിക്കപ്പെട്ടവരാണ് ഇവരെല്ലാം. ഇവരെവിടെ നിന്നും? ഭൂമിയിലെ സ്വർഗത്തിലേക്ക് കയറ്റി വിടുമ്പോൾ ആരെ മാത്രമേ വിടത്തുള്ളൂ? സത്യത്തിന് വേണ്ടിയും നീതിക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും നിരപരാധികളായി മനസ്സാ വാച കർമ്മണ തെറ്റ് ചെയ്യാതെ കഷ്ടം അനുഭവിച്ച് ആ കഷ്ടതയെ സ്വാഗതം ചെയ്ത് ആ കടന്നുപോയവർക്ക് മാത്രമേ അവിടെ. അതുകൊണ്ട് സ്വർഗരാജ്യത്തിലെ പ്രവേശനത്തിൽ ഒരു പ്രധാനം ദൈവത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് കഷ്ടപ്പാടും മനസ്സോടെ സ്വീകരിച്ചു, അതൊരു മാനദണ്ഡമായിരിക്കും. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കണം. അതുകൊണ്ട് ദൈവം തമ്പുരാൻ ഓർത്തഡോക്സ് സഭയിൽ ഉറച്ചു നിന്നത് കൊണ്ടാണ് നിങ്ങൾക്കും എനിക്ക് കഷ്ടപ്പാട് തരുന്നത്. ഇവിടുന്ന് മാറ്റാനായിട്ടാണ് സാത്താനും കൂട്ടും വരുന്നത്. ഇപ്പം ഞാൻ വിശ്വാസത്തിലാണെന്ന് എടാ, എന്നിട്ട് ഇവളങ്ങ് ഞെളിയാണ്. യേശുവേ സ്തോത്രം. പണ്ടെനിക്ക് മലക്കാനൊക്കെ തരും, തൊപ്പി പുറകോട്ട് പോകായിരുന്നു. ഇപ്പൊ ഒരു കുഴപ്പമില്ല, യേശുവേ സ്തോത്രം. പെണ്ണുങ്ങളൊന്നും കൈ കൊട്ടിക്കൂടാ, കൈ പൊക്കിക്കൂടാന്നാണ് വേദപുസ്തകത്തിൽ. വ്യഭിചാരികളെ കണ്ട് രസിക്കുന്ന ഒരു കൂട്ടം ആളുകളെ കുറിച്ച്, കള്ളപ്രവാചകന്മാരെ കുറിച്ച് പത്രോസ് 2-ാം അധ്യായത്തിലുണ്ട്. അവരാണ് ഇതൊക്കെ ചെയ്യുന്നത്. എങ്ങും പോകരുത്. സാറായോട് അബ്രഹാം പറഞ്ഞു, ഞാനും മകനും പോയി ആരാധന നടത്തിയിട്ട് കേട്ടെ, സമാധാനത്താലേ. അടുക്കളയിൽ നിന്ന് പ്രാർത്ഥിച്ചുള്ളൂ സാറ. മകൻ സമാധാനത്തോടെ വന്നില്ലേ? ഹാഗാർ കരഞ്ഞു, എൻ്റെ മകന്റെ മരണം കാണുവാൻ എനിക്ക് ഇഷ്ടമില്ല എന്ന് കരഞ്ഞപ്പോൾ അവിടെ നീരുറവ് വന്നു. അനുഗ്രഹത്തിന്റെ നീരുറവ് വരണമെങ്കിൽ നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വീഴണം. സ്വന്തം കണ്ണിൽ നിന്ന് അനുതാപത്തിന്റെ കണ്ണുനീര് വീഴാമെങ്കിൽ അവിടെ ജീവന്റെ ഉറവിയുണ്ടാകും. ഓടി നടന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് ജീവിതത്തിൽ കഷ്ടത ദൈവം തരുന്ന വലിയ സൗഭാഗ്യമായിട്ട് കാണണം. ആ സൗഭാഗ്യം എന്ന് പറയുന്നത് ഇത് അലോട്രോപ്പിക് മോഡിഫിക്കേഷൻ. പിള്ളേർ പറയും വേരിയേഷൻ ഓഫ് പ്രോപ്പർട്ടീസ് വിത്തൗട്ട് ചേഞ്ച് ഓഫ് സബ്സ്റ്റൻസ്. സബ്സ്റ്റൻസിന് ചേഞ്ച് ഇല്ല, പ്രോപ്പർട്ടിക്ക്. കാർബൺ തന്നെയാണ് ഡയമണ്ടും,
സബ്സ്റ്റൻസ് ടൈമാണ്, പ്രോപ്പർട്ടി മാറി. പരിശുദ്ധന്മാർ, പരിമള തിരുമേനി സാധാരണ മനുഷ്യനാണ്, പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടി മാറി. അദ്ദേഹം അനുതാപത്തിൻ്റെ അങ്ങനെയുള്ളവരാണ്. പാമ്പാടി തിരുമേനി, പരിമള തിരുമേനി, അല്ല പത്രോസ് തിരുമേനി, അങ്ങനെയല്ല. ഞാനിപ്പം പോയിരിക്കുന്ന സ്ഥലത്ത് അൽവാറീസ് തിരുമേനിയെ, അദ്ദേഹം ഓർത്തഡോക്സ് ചേർന്നതിന് ഗോവാക്കാരെ അദ്ദേഹത്തെ വസ്ത്രമെല്ലാം ഉരിഞ്ഞ് വെറും വസ്ത്രത്തോടെ റോഡിൽ കൂടെ വലിച്ച് അദ്ദേഹം പീഡിപ്പിച്ച് കൊല്ലപ്പെട്ട ആളാണ് അൽവാറീസ് തിരുമേനി. ആരും അറിയുന്നില്ല, ഓർത്തഡോക്സ് സഭയിൽ ചേർന്നത് കൊണ്ട് മാത്രം. പക്ഷെ അദ്ദേഹത്തെ വലിയ 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 അവിശ്വാസം നിലനിന്നവരാണ്. അയാൾ കഷ്ടതയെക്കുറിച്ച് നിങ്ങൾ വീട്ടിൽ പോയിട്ട് 1 പത്രോസിൻ്റെ ലേഖനം മുഴുവൻ വായിക്കാമെങ്കിൽ ഒരുപാട് കാര്യം, അതിൻ്റെ 3-4 വാക്യങ്ങൾ മാത്രം വായിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കും. 1 പത്രോസ് 2-ാം അധ്യായത്തിൽ 19-20 ഒരുത്തൻ ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം നിമിത്തം അന്യായമായ കഷ്ടവും ദുഃഖവും സഹിച്ചാൽ അത് പ്രസാദമാകുന്നു. നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടികൊള്ളുന്നു സഹിച്ചാൽ എന്ത് യശസ്സുള്ളൂ? അല്ല, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദം തന്നെയാണല്ലോ. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. നിങ്ങൾ അവൻ്റെ കാൽച്ചുവടുകൾ പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. കർത്താവ് കഷ്ടപ്പെട്ടത് പാപം ഉണ്ടായിട്ടല്ല, നമ്മൾ അവൻ്റെ മാതൃക പിന്തുടരുവാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഇനി 3-ാം അധ്യായം 1 പത്രോസ് 3 നിങ്ങൾ കഷ്ടം സഹിക്കണമെന്ന് ദൈവഹിതമെങ്കിൽ തിന്മ ചെയ്തിട്ടല്ല നന്മ ചെയ്തിട്ട് സഹിക്കുന്ന ഏറ്റവും നന്ന്. ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതി കെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. ജഡത്തിൽ മരണശിക്ഷയെ ആത്മാവിൽ ജീവിപ്പിക്കുകയും ചെയ്തു. ഇനി 1 പത്രോസ് 4 ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചു, നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിക്കണം. ക്രിസ്തു ജഡത്തിൽ കഷ്ടം, നിങ്ങൾ ആ ഭാവം തന്നെ ആയുധമായി. പട്ടാളക്കാരുടെ ആയുധം എന്താണ്? തോക്കാണ്. ക്രിസ്ത്യാനിയുടെ ആയുധമാണ്. സാത്താൻ അവനെ പിടിക്കാൻ വരുമ്പോൾ അവനെ തോൽപ്പിക്കേണ്ട ആയുധമാണ് ഏത്? ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചത് കൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിക്കണം. അതുകൊണ്ട് സാത്താൻ വരുമ്പോൾ നമ്മൾ ധരിക്കേണ്ട ആയുധങ്ങളാണ്: 1 പ്രാർത്ഥനയും ഉപവാസവും, 2 കഷ്ടതയും കണ്ണുനീരും. അതുകൊണ്ട് ദൈവത്തെ എന്നറിയാൻ തുടങ്ങുമോ അന്ന് ദൈവമക്കൾക്ക് ദൈവം കൊടുക്കുന്ന അവകാശമാണ് തീരാത്ത കഷ്ടതയും തോരാത്ത കണ്ണുനീരും. എന്താണ് തീരാത്ത കഷ്ടതയും? എന്നീ കഷ്ടതയും കണ്ണുനീരും തീരുമോ അപ്പോൾ നമ്മൾ സഭയുടെ പുറത്താണ്. ഒരു മരത്തിൽ ഉണങ്ങി കമ്പ് നിൽക്കുന്നത് പോലെ സമൂഹത്തിൽ നിൽക്കുന്നെന്നുള്ളതേ ഉള്ളൂ. ജീവനുള്ള കമ്പിനെ പിടിച്ചാൽ, ഉണക്കക്കമ്പ് പിടിച്ചാലാണ്, അന്നേരമാണ് കഷ്ടത വരുമ്പോൾ പാസ്റ്റർ തൊടുമ്പോൾ ഒടിഞ്ഞു വീഴുന്നത്. അതുകൊണ്ട് കഷ്ടത ദൈവം തരുന്ന വലിയ അനുഗ്രഹമായിട്ട് കാണണം. ഞാനൊരു പുസ്തകം എഴുതാനായിട്ട് 7 വർഷത്തിന് മുമ്പേ മാറ്റർ തയ്യാറാക്കിയിരിക്കുകയാണ്. ആ പുസ്തകത്തിൻ്റെ പേര് ദിവ്യ കഷ്ടാനുഭവ മർമ്മം എന്നാണ്. എന്താ ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്, 95 വാക്യങ്ങൾ. പക്ഷെ ഞാനിത് എഴുതാൻ പറ്റാഞ്ഞത് വേണ്ട കഷ്ടത എനിക്ക് ലഭിച്ചിട്ടില്ല. ഇപ്പോൾ യോഗ്യനായിരിക്കുന്നു, ബ്രഹ്മവോ ഡയസിൽ പോവുകയാണ്. ഇനി ആ പുസ്തകം പുറത്തു വരുന്നത് അനുവദിക്കുകയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. 1300 കുടുംബങ്ങൾ സഹായം കൊടുക്കേണ്ടവരാണ്. എൻ്റെ അച്ഛന്മാര് 1 രൂപ പോലും ഒരു പള്ളിക്കാർ കൊടുക്കാൻ സൗകര്യമുള്ളവർ വളരെ ചുരുക്കം പേരേ ഉള്ളൂ. ഞാൻ എൻ്റെ സഭയ്ക്ക് വേണ്ടി ജീവിക്കുന്നു, എൻ്റെ വൈദികർക്ക് വേണ്ടി ജീവിക്കുന്നു, എൻ്റെ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി ജീവിക്കുന്നു. നിങ്ങൾ ആരും ഒന്നും തരണ്ട, പിരിവ് വേണ്ട, പിരിവ് വേണ്ട. ഏലിയാവിൻ്റെ ദൈവം ജീവിക്കുന്നു, ഏലിയാവിൻ്റെ കാക്ക പറന്നു വരും. വിസ അതിനാവശ്യമില്ല, ഒരാവശ്യവുമില്ല. ഞാൻ സന്തോഷത്തോടെ പോകട്ടെ. ഇവിടെ കൂടെ ഇനി ആരും 3 മേലിന് വിളിക്കണ്ട, കൊറള കല്യാണത്തിന് വിളിക്കണ്ട, ശവടക്കിന് വിളിക്കണ്ട. ഞാൻ വളരെ രക്ഷപ്പെട്ടിരിക്കുന്നു. പക്ഷെ യൗസേപ്പിനെ മിസ്രൈമിൽ വിട്ടതുപോലെ പോയിരിക്കുകയാണ്. 70 വർഷം കഴിയുമ്പോൾ യൗസേപ്പിനെ കാണാൻ വരും. മലങ്കര സഭയുടെ പഴയ നിയമത്തിലുള്ള ആരാധനകളും രീതികളും കാണുവാൻ ബ്രഹ്മവാറിൽ വരേണ്ടി വരും. എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. വിശ്വസിക്കണം. അതിൻ്റെ കൂടെ ദൈവം തന്നിരിക്കുകയാണ് കഷ്ടാനുഭവം. ആകയാൽ വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടത്. പ്രിയപ്പെട്ട വൈദിക സഹോദരങ്ങളെ, നമുക്ക് എന്തെങ്കിലും അവകാശപ്പെടാൻ ഈ സഭയ്ക്ക് വേണ്ടിയുള്ള കഷ്ടപ്പാട് മാത്രമാണ്. കഷ്ടപ്പാട് ഇനിയും കൂടും. ചെന്നായ്ക്കട നടുവിൽ കുഞ്ഞാണ്, ചെന്നായ്ക്കട ചുറ്റുമാണ് നാം കുഞ്ഞാണ്. പക്ഷെ പാമ്പിനെ പോലെ ബുദ്ധിയും പ്രാവിനെ പോലെ. അതുകൊണ്ട് ഓർത്തുകൊള്ളണം, വൈദികർ കഷ്ടപ്പെടുന്നു. അച്ഛൻ്റെ കയ്യിലിരിക്കണം ഇടവക. വണ്ടിക്കൊരു സ്റ്റിയറിങ്ങേ ഉള്ളൂ, അത് അച്ഛൻ്റെ കയ്യിലിരിക്കണം, അച്ചായൻ്റെ കയ്യിലായിരിക്കരുത്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ആരും അച്ചായനും കൊച്ചമ്മയായിട്ട് മാറരുത്. വൈദികരെ സഹായിക്കണം. പൗലോസിനെ പറഞ്ഞു, പലപ്പോഴും എന്നെ തണുപ്പിച്ചവനാണ് ഒനേസിമോസും കുടുംബവും.
അതുപോലെ വൈദ്യരുടെ കൂടെ നിൽക്കട്ടെ, മോശയുടെ കൈ പൊങ്ങി നിൽക്കട്ടെ. പുരോഹിതന്റെ കൈ പൊങ്ങിയാൽ മതി, ആരുടെയും കൈ പൊങ്ങണ്ട. ആകയാൽ അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്കിരിക്കുക. ദൈവത്തെ സ്നേഹിക്കും തോറും കഷ്ടത കുറയുകയല്ല, കഷ്ടത കൂടി. ഏതുപോലെ റോസാച്ചെടി വളരും തോറും മുള്ളുകളുടെ എണ്ണം കൂടുകയും അതിൻ്റെ കട്ടി. അപ്പോൾ വിഷയം വെച്ച് പ്രാർത്ഥിക്കാൻ ആരും വരണ്ട. 2 ജീസസിനെ ബൈബിളിൽ കാണാം. ജീസസ് ദ ബറബാസ് ആൻഡ് ജീസസ് ദ നാസറീൻ. നസ്രായനായ യേശു. ബറബാസിന്റെ പേര് ജീസസ്. പഴയ പിന്നെ കയ്യെഴുത്തിലുണ്ട് ജീസസ് ദ ബറബാസ്. രണ്ടും ഒന്ന് ആ ലോകത്തിലെ അപ്പന്റെ മകൻ, ഒന്ന് ഈ ലോകത്തിലെ ജീസസ് ക്രൈസ്റ്റ് എംബ്രേസ് ദ കുരിശിൽ കയറി രക്ഷപ്പെട്ടു. ബറബാസ് കുരിശിൽ നിന്ന് ഇറങ്ങി രക്ഷപ്പെട്ടു. കുരിശിൽ നിന്ന് ഇറങ്ങി രക്ഷപ്പെടുന്നവരാണ് കുരിശ് വരയ്ക്കണ്ട, കുരിശ് ധരിക്കണ്ട, കുരിശ് വഹിക്കണ്ട, കുരിശ് സഹിക്കണം. നാം കുരിശ് വരയ്ക്കണം, കുരിശ് ധരിക്കണം, കുരിശ് വഹിക്കണം, കുരിശ് സഹിക്കണം. ഇത് സഹനത്തിന്റെ പാതയാണ്. ക്രിസ്ത്യൻ ലൈഫ് ഈസ് നോട്ട് പാസിംഗ് ഓവർ സഫറിംഗ് ബട്ട് പാസിംഗ് ത്രൂ സഫറിംഗ്. കഷ്ടതയെ കടന്നു പോകുന്നതല്ല ക്രൈസ്തവ ജീവിതം, കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്ന. ആ കഷ്ടതയിൽ കടന്നു പോകുമ്പോൾ സഹിക്കുവാനുള്ളതാണ് കൃപ. എൻ്റെ കൃപ നിനക്ക് മതി. കൃപ കൊണ്ട് നിറയുമ്പോൾ സമാധാനം കിട്ടും. ആകയാൽ ഈ ദൈവിക ജീവിതം നയിക്കുവാൻ തക്ക ശക്തി നിങ്ങൾക്ക് കിട്ടട്ടെ. ഞാനും നിങ്ങളും പ്രാർത്ഥനാ ജീവിതത്തിൽ വളരുമ്പോൾ, ക്രിസ്തീയ പാതയിൽ ഉയരുമ്പോൾ കഷ്ടതകളുടെ എണ്ണം, കുരിശിൻ്റെ എണ്ണം ഒക്കെ അറിയും. പ്രിയപ്പെട്ടവരെ, ആണുങ്ങൾ കുറവായി ഇവിടെ. ഒരു കാര്യം ഓർത്തോണം, കല്യാണം കഴിക്കുമ്പോഴേ കഷ്ടാനുഭവം തുടങ്ങും. കുരിശ് വെക്കുമ്പോൾ ഞങ്ങൾ പാടുന്ന എന്താണെന്നറിയോ? മണവാളൻ തൻ മകുടം തിരുമുൾമുടിയോട് സദൃശ്യം. ഈ മുൾക്കിരീടം അടിക്കുമ്പോഴാണോ കൊട്ടുന്നത് കൊയറുകാര്? മണവാളൻ തൻ മകുടം തിരുമുൾമുടിയോട് സദൃശ്യം. മണവാട്ടിയുടെ മകുടം സതിമാർ മുടി. പാതിവൃത്യമാണ് സ്ത്രീകളുടെ മകുടം. ഭാര്യയുടെ ഒരു സിനിമ കാണുമ്പോൾ പാതിവൃത്യം നഷ്ടപ്പെട്ടിരിക്കും. പരപുരുഷന്റെ രൂപം മനസ്സിൽ പതിഞ്ഞാൽ പാതിവൃത്യം നഷ്ടപ്പെടും. എന്താ? അതുകൊണ്ട് പാതിവൃത്യമുള്ള സ്ത്രീയുടെ മനസ്സിൽ ഭർത്താവിൻ്റെയും കർത്താവിൻ്റെയും രൂപം മാത്രമേ പതിയാവൂ. കുറച്ച് കഴിയുമ്പോൾ ഭർത്താവിനെ കർത്താവായിട്ട് കാണണമെങ്കിലേ കർത്താവിനെ പോലെ ജീവിക്കണം. കള്ളു കുടിക്കാനും ചീത്ത വിളിക്കാനും ദേഷ്യപ്പെടാൻ. ഇവിടെ ഒരു ഭർത്താവിനെ കുറിച്ച് ഭാര്യ പരാതി പറയേ, എൻ്റെ ഇങ്ങേര് നാക്കെടുത്താൽ ചീത്തയെ വിളിക്കത്തുള്ളൂ. അപ്പൊ അയാൾ എന്നോട് പറയാ, അച്ഛൻ ഞാൻ ഇവളെ അല്ലാതെ അയലത്തുകാരെ ചീത്ത വിളിക്കാൻ നോക്കുമോ, കേസാകത്തില്ലയോ? അപ്പോഴാണ് മനസ്സിലായത് സ്നേഹം കൂടി വിളിയാണ് ചീത്ത വിളിയെന്ന്. അതുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നിങ്ങളുടെ സ്നേഹം കൊണ്ട് അവകാശം കൊണ്ടൊക്കെയാണ് ഇവർക്ക്. നിങ്ങൾ കർത്താവിനെ പോലെ ജീവിക്കുകയാണെങ്കിൽ ഇവരൊരുപാട് നിങ്ങളെ കരുതും. അതുകൊണ്ട് കഷ്ടത സഹിക്കണം, സഹനത്തിന്റെ പാത വേണം. മുൾക്കിരീടം വഹിച്ചതുപോലെ ഭർത്താക്കന്മാർ കുടുംബജീവൻ നയിക്കണം, പാതിവൃത്യത്തോടുകൂടെ സ്ത്രീകൾ. അങ്ങനെയാണെങ്കിൽ കുടുംബജീവിതം പറുദീസ. അതുകൊണ്ടാണ് തോമസ് അച്ഛൻ പുസ്തകം എഴുതിയപ്പോൾ കുടുംബജീവിതത്തിന്റെ പുസ്തകത്തിന്റെ പേരിട്ടത് ഭൂമിയിലെ പറുദീസ. പക്ഷെ പറുദീസയിൽ നിന്ന് പുറത്താക്കാനാണ് സാത്താൻ നോക്കുന്നത്. മോഹം ഗർഭം ധരിച്ച് പാപത്തെ മോഹമില്ലായിരിക്കും. വിശ്വാസം നിലനിൽക്കണം. വിശ്വാസത്തിൽ സ്ഥിരതയും കഷ്ടങ്ങളിൽ ധീരതയും. ഇതാണ് സഹതന്മാര്, പരിശുദ്ധന്മാര്. അവരെന്താണ്? പണ്ടൊക്കെ കർത്താവിന് വേണ്ടി കൊല്ലപ്പെടുന്നവർക്ക് ഒരു ഓടി ചെല്ലുകയാണ്, കണ്ടങ്ങോടി മരേ. അബ്രഹാമേ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും വിട്ടിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിക്ക് ദേശത്തേക്ക് പോകുക. ഏലിയാസ് തിരുമേനി എങ്ങോട്ട് വന്നു? ഞങ്ങളുടെ പരിശുദ്ധന്മായ തിരുമേനിമാരെല്ലാം കൂടെ എനിക്ക് കൊട്ടാരക്കരയാ തന്നത്. എൻ്റെ ദൈവം തമ്പുരാൻ അത് മാറ്റി, വലിയ തിരുമേനി മാറ്റി. എനിക്ക് എവിടോട്ട് വിട്ടു? എന്തൊരു സന്തോഷം എന്നറിയാവും, എന്തൊരു സന്തോഷം. നിങ്ങളെ ഓർത്തഡോക്സ് TV-യും അല്ലെ YouTube നോക്കാമെങ്കിൽ ഞങ്ങളുടെ സന്തോഷം കാണാൻ വെക്കും. പോയി കണ്ടോണം. കുറെ പാവപ്പെട്ടവർ ഞങ്ങൾ ജീവിച്ചിട്ട്. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മാത്രം മതി. വിശ്വാസത്തിൽ എനിക്ക് കൊങ്ങണി ഭാഷ പഠിക്കണം, കന്നഡ പഠിക്കണം. പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ದೇವರು ಆಶೀರ್ವಾದ ಮಾಡಲಿ. ದೇವಾಚೆ ಬಸೆ ಆನಂದ ಬಾಪಾಚೆ ಪುತ್ರಾಚೆ ಅನಿ ಪವಿತ್ರ ಆತ್ಮಾಚೆ.
88-ാമത്തെ വയസ്സിൽ മറുഭാഷ പഠിക്കേണ്ടി വരുന്നു. പരിശുദ്ധാത്മാവ് വിവിധ ഭാഷ, ഞാൻ പോയി രക്ഷപ്പെടട്ടെ, ഉണ്ടാരും കല്യാണത്തിന് ചവിടക്കൊന്നും വിളിക്കരുത്, ഞങ്ങളവിടെ രക്ഷപ്പെട്ടു കൊള്ളട്ടെ. പ്രിയപ്പെട്ട വൈദികർ അങ്ങോട്ട് വരികയാണ്, സ്വാഗതം. നിങ്ങൾക്കിനി മംഗലാപുരത്തിന് വിടാം, ബ്രഹ്മവാർ കാണാം, ഗോവായും കാണിച്ചിട്ട് വിട്ടേക്കാം. വളരെ സന്തോഷത്തോടെ പോകട്ടെ. വളരെ സന്തോഷം. അച്ചോ പറയേണ്ടതെല്ലാം പറഞ്ഞു. എബിഎച്ചിനുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ വന്നത്. അതുകൊണ്ട് നമ്മുടെ ആളുകളെല്ലാം വേണ്ട ഗൈഡൻസ് ഇല്ലാതെ അവിടെയും പോന്നു. ശാപമാണ്. ഒരുത്തൻ ചെങ്ങന്നൂർ ചാക്കട അനിയൻ കുഞ്ഞിൻ്റെ മരുമോൻ തങ്കു, അവൻ ശാപമോക്ഷം കൊടുക്കുന്നു. എൻ്റെ വെല്ലുമ്മച്ചയുടെ അനിയത്തിയുടെ കൊച്ചുമളെ കിട്ടിയേക്കുന്നത് ശാപമോക്ഷം. കഷ്ടപ്പാട് ശാപമാണെന്ന്. ദൈവം തമ്പുരാൻ പൗലോസിനെ സ്നേഹിച്ചപ്പോൾ മുള്ളു കൊടുത്തു, മാതാവിനെ സ്നേഹിച്ചപ്പോൾ വാള് കൊടുത്തു. യേശുക്രിസ്തു തലയിൽ യേശുക്രിസ്തുവിനെ കെട്ടിപ്പിടിച്ച് ഒരു ശിഷ്യനേ ഉള്ളൂ. കെട്ടിപ്പിടിച്ചത് ഞാൻ ബിലാപ്പുറത്തു, എനിക്കൊന്ന് തൊട്ടു നോക്കണം, അവന്റെ മുറിവിലൊന്ന് തൊടണം. ആരെങ്കിലും യേശുക്രിസ്തുവിന്റെ മുറിവിൽ തൊട്ടാൽ ആ മുറിവ് സ്വന്തമാകും. 12 ശിഷ്യന്മാരിൽ കുന്തം കൊണ്ട് കുത്തേറ്റ് മരിച്ചത് ആരാണ്? ഈ യേശുക്രിസ്തുവിനെ ആരെങ്കിലും കെട്ടിപ്പിടിച്ചാൽ ശരീരം മുഴുവൻ ചോരയായിരിക്കും, മുറിവായിരിക്കും. ശിഷ്യന്മാരെല്ലാം ഓടിപ്പോയി. സ്നേഹിച്ച അമ്മയും വേറെ കുറച്ച് പെണ്ണുങ്ങളും. പിന്നെ ആരാണ് നിൽക്കുന്നത്? ചെറിയ ആട്ടിൻകൂട്ടമേ, നിങ്ങൾ ഭയപ്പെടേണ്ട. അതുകൊണ്ടാണ് ആൾക്കൂട്ടം വേണ്ടാച്ച. ആൾക്കൂട്ടത്തിൽ ദൈവമില്ല, ദൈവമുള്ളിടത്ത് ആൾക്കൂട്ടമില്ല. ചെറിയ ആട്ടിൻകൂട്ടമേ, നിങ്ങൾ ഭയപ്പെടേണ്ട. രാജ്യം നിങ്ങൾക്ക് തരുവാൻ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു, ബാക്കി നിങ്ങൾക്ക്. അതുകൊണ്ട് നിങ്ങൾക്കുള്ളത് വിറ്റ് ഭിക്ഷ കൊടുക്കണം. ഒരുപാടൊന്നും ഉള്ളത് കൊടുത്താൽ മതി. ഒരു സ്ത്രീ 2 ചില്ലിക്കാശിട്ടു, പക്ഷെ അതായിരുന്നു ഏറ്റവും. പക്ഷെ ഉള്ളത് 100%. ഡിജിറ്റൽ കൺവേർഷൻ 100%. നിങ്ങൾക്കുള്ളത് വിറ്റ് ഭിക്ഷ കൊടുക്കണം. അകത്തുള്ളത് ഭിക്ഷയായി കൊടുപ്പീൻ, അപ്പോൾ സകലം വിശുദ്ധമാകും. ആകയാൽ വേദപുസ്തകം വായിച്ച് പഠിച്ച് അനുതാപത്തോടെ സുഹൃത ജീവിതത്തോടെ പീഡനങ്ങൾ ഏറ്റുവാങ്ങണം. പീഡനങ്ങൾ കഴിഞ്ഞാൽ ഇത് സഹിച്ചുകൊണ്ട് വലതുവാസം. ഈ പീഡനങ്ങളെ സഹിച്ചവരെ കുറിച്ചാണ് പറയുന്നത്. നിന്റെ മഹത്വമുദേ ആകയാൽ വിശ്വാസത്തിൽ നിലനിൽക്കണം എന്നും വിശ്വാസസ്ഥിരത അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാണെന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സുറപ്പിച്ചു. ഈ വിശ്വാസത്തിൽ സ്ഥിരമായി നിൽക്കുവാനും ദൈവരാജ്യത്തിൽ കഷ്ടതയുടെ പാതയിൽ സന്തോഷത്തോടെ യാത്ര ചെയ്യുവാനും ദൈവം നമ്മെ